وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ അടിസ്ഥാനമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അതിൽ ഉൾക്കൊള്ളുന്ന 4 അടിത്തറകളാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിൽ അവസാനത്തെ കാര്യമാണ് അൽ ഈമാനു ബി അസ്മാ ഇല്ലാഹി വ സിഫാത്തിഹ്, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ അസ്മാകളിലും അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലും വിശ്വസിക്കുക എന്നത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ പേരുകളെക്കുറിച്ചാണ്. അൽ അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മ എന്നതിൻ്റെ ബഹുവചനമാണ്. പേരുകൾ, നാമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ അസ്മാ അൽ ഹുസ്ന, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിനാണുള്ളത്. അൽ അസ്മാ അൽ ഹുസ്ന. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് വിശേഷിപ്പിക്കുന്നത്? കാരണം ഒന്നാമത്തെ കാര്യം, ഈ പേരുകൾ അവ അറിയിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെയാണ്. അള്ളാഹുവിലേക്കാണ് ആ പേരുകൾ എത്തിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചാണ്, അവനെ വിളിക്കാനാണ് ആ പേരുകൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും മഹത്വമുള്ളവൻ, ഏറ്റവും വലിയവൻ, ഏറ്റവും നല്ലവൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, അവനെ അറിയിക്കുന്ന പേര് ഏറ്റവും നല്ല പേരായിരിക്കും. ആ പേരിന് പിറകിലുള്ളത്, ആ പേരിലൂടെ എത്തിപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് ആ പേര് ഏറ്റവും നല്ല പേരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ ഏറ്റവും നല്ല അർത്ഥമുള്ളവയാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ ഏറ്റവും നല്ല അർത്ഥമറിയിക്കുന്നവയാണ്. ഉത്തമമായ, ഏറ്റവും മഹത്തരമായ, ഏറ്റവും പരിപൂർണമായ അർത്ഥമറിയിക്കാത്ത പേരുകൾ അള്ളാഹുവിനില്ല. അവൻ്റെ എല്ലാ പേരുകളും നല്ലതാണ്, എല്ലാ പേരുകളും ഉന്നതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയിക്കുന്നതാണ് ഈ പേരുകൾ എന്നതുകൊണ്ട് അത് ഏറ്റവും നല്ലതാണ്. 2, ആ പേരുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥം ഏറ്റവും ഉന്നതമാണ് എന്നതിനാലും ആ പേരിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ആശയം ഏറ്റവും നല്ലതാണ് എന്നതുകൊണ്ടും ആ പേര് അൽ അസ്മാ ഉൽ ഹുസ്ന ഏറ്റവും നല്ല പേരുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച്, അവൻ്റെ പേരുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അസ്മാ ഉല്ലാഹി തആല അഅ്ലാമുൻ വ ഔസാഫ്, അള്ളാഹുവിൻ്റെ പേരുകൾ ഒരേ സമയം അവനെ വിളിക്കാനുള്ള പേരുമാണ്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ വിശേഷണവുമാണ്. ഇത് സൃഷ്ടികളുടെ കാര്യത്തിൽ പൊതുവെ യോജിക്കാറില്ല. സൃഷ്ടികളിൽ ചിലർക്ക് പേര് നല്ലതുണ്ടായിരിക്കും, പക്ഷെ ആ പേരിന് യോജിച്ച വിശേഷണങ്ങൾ ചിലപ്പോൾ അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാളുടെ പേര് ചിലപ്പോൾ റഊഫ് എന്നായിരിക്കും, പക്ഷെ അയാൾ ചിലപ്പോൾ റഅഫത്തുള്ള, കാരുണ്യമുള്ള, സൗമ്യതയുള്ള ഒരാളായിക്കൊള്ളണമെന്നില്ല. ഒരാളുടെ പേര് ജമീൽ എന്നായിരിക്കും, പക്ഷെ അയാൾ ചിലപ്പോൾ ഭംഗിയുള്ള ആളായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരുകൾ ഒരേ സമയം പേരുകളാണ്, വിളിക്കാനുള്ള പേരുകളാണ്. യാ സമീഅ്, യാ ബസീർ, യാ റഹ്മാൻ, യാ റഹീം എന്നിങ്ങനെ അവനെ വിളിക്കാവുന്ന പേരുകളാണ്. അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ച് നമ്മെ അറിയിക്കുന്ന, നമുക്ക് വിവരം നൽകുന്ന അവൻ്റെ വിശേഷണങ്ങൾ കൂടിയാണ്. സമീഅ്, അവനെല്ലാം കേൾക്കുന്നവനാണ്. ബസീർ, എല്ലാം കാണുന്നവനാണ്. റഹ്മാൻ, അങ്ങേറ്റം വിശാലമായ കരുണയുള്ളവനാണ്. ഇതാണ് അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകൾ. അതിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അസ്മാ ഉല്ലാഹി വ സിഫാത്തുഹ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ മസലുൽ അഅ്ല, വലില്ലാഹിൽ മസലുൽ അഅ്ല, അള്ളാഹുവിനാകുന്നു ഏറ്റവും ഉന്നതമായ വിശേഷണമുള്ളത്. അൽ മസൽ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സിഫത്താണ്. വലില്ലാഹിൽ മസലുൽ അഅ്ല,
അള്ളാഹുവിനാകുന്ന ഏറ്റവും ഉന്നതമായ വിശേഷണമുള്ളത്. അവൻ്റെ ഏതു വിശേഷണം എടുത്താലും അത് അതിൻ്റെ അങ്ങേയറ്റത്തെ പൂർണ്ണതയിലാണ്. ഏതു വിശേഷണം, ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ശക്തി, അവൻ്റെ കഴിവ്, അവന് കഴിയാത്ത വല്ലതുമുണ്ടോ? ഇല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ സമഅ്, അവൻ കേൾക്കുന്നവനാണ്. അവനോളം കേൾക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. അവൻ കേൾക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്. ഏതു വിശേഷണവും ഇതുപോലെയാണ്. അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലാണ് അതുണ്ടായിരിക്കുക. റഹ്മ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ, അള്ളാഹുവെ നീ എല്ലാ വസ്തുക്കളെയും നിന്റെ കാരുണ്യത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അവൻ്റെ കാരുണ്യം, റഹ്മ, അത് അങ്ങേയറ്റം സമ്പൂർണമാണ്, അറ്റമില്ലാത്ത അവസാനമില്ലാത്തതാണ്. അള്ളാഹു അൽ അവ്വലാണ്, വൽ ആഖിർ, അൽ അവ്വൽ വൽ ആഖിർ, എന്നേ ഉള്ളവനാണ്, അവൻ ആരംഭമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൻതൽ അവ്വൽ വലൈസ ഖബ്ലക ഷൈഉൻ, അള്ളാഹുവെ നീയാണ് അൽ അവ്വൽ, ഒന്നാമതുള്ളവൻ, നിനക്ക് മുൻപൊന്നില്ല, നിനക്ക് തുടക്കമില്ല. നമുക്ക് ഏതു കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങൾ സമ്പൂർണ്ണമാണ്, അതിൻ്റെ പരിപൂർണതയിലാണ്. ഏതു കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം, അൽ ഗദബ്, അത് അതിൻ്റെ പൂർണ്ണതയിലാണ്. അള്ളാഹു കോപിച്ചാൽ അവനോളം കോപിക്കുന്ന മറ്റൊരാളില്ല. അവൻ്റെ കോപത്തിന് മുൻപിൽ ഒന്നിനും നിലകൊള്ളുക സാധ്യമല്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ, അസ്സിഫാത്തുൽ ഉലാ, ഉന്നതമായ വിശേഷണങ്ങൾ, ഇവയിലുള്ള വിശ്വാസമാണ് അള്ളാഹുള്ള വിശ്വാസത്തിൻ്റെ 4ാമത്തെ ഭാഗം. അൽ ഈമാനു ബിഅസ്മാഇല്ലാഹി അൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉലാ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകളിലും അവൻ്റെ വിശേഷണങ്ങൾ വിശ്വസിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും വിശ്വസിക്കേണ്ടത്? ഉലമാക്കൾ ചിലർ പറഞ്ഞു, ഉസൂൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലും മറ്റുമൊക്കെ നിങ്ങൾ കാണാം, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം എന്നാൽ പ്രധാനമായും 3 അടിത്തറകളിൽ ചുരുക്കി പറയാം അതിൽ വിശ്വസിക്കേണ്ട രൂപം. ഒന്നാമത്തെ കാര്യം, ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഔ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഔ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് അറിയിച്ച എന്തൊരു കാര്യമുണ്ടോ, അള്ളാഹുവിനെ കുറിച്ച് അവൻ എന്തൊരു കാര്യം പറഞ്ഞോ, അവനുള്ളതായി എന്തൊരു കാര്യം അറിയിച്ചോ, ഇസ്ബാത്ത്, അത് നീ അംഗീകരിക്കണം. അള്ളാഹുവാണ് അവനെക്കുറിച്ച് പറയാൻ ഏറ്റവും അർഹതയുള്ളവൻ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ ഒരു കാര്യവും സൃഷ്ടികളിൽ ഒരാൾക്കും അറിയുക സാധ്യമല്ല. നമുക്കറിയാൻ പറ്റുമോ? അള്ളാഹു പറഞ്ഞുതരാതെ. സൃഷ്ടികൾ അവർക്ക് അള്ളാഹുവിനെ കാണുക എന്നതുപോലും സാധ്യമല്ല. എങ്ങനെയല്ലാതെ? അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അവൻ്റെ ഒരു വിശേഷണവും അവർക്ക് മനസ്സിലാക്കുക സാധ്യമല്ല, അവൻ പറഞ്ഞു തന്നാലല്ലാതെ, അവൻ അതിലേക്ക് നയിച്ചാലല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തനിക്കുണ്ട് എന്ന് അറിയിച്ച എന്തൊരു കാര്യമുണ്ടോ അതിൽ വിശ്വസിക്കാൻ, അത് അംഗീകരിക്കാൻ. അള്ളാഹുവിനെ ചോദ്യം ചെയ്യരുത്. ചില ബിദ്അത്തിൻ്റെ കക്ഷികൾ പറഞ്ഞതുപോലെ അള്ളാഹു അവൻ്റെ കാരുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹുവിന് കാരുണ്യമുണ്ട് എന്ന് പറയരുത്. അത് ദൗർബല്യത്തിൻ്റെ വിശേഷണമാണ്, അത് ദുർബലതയുടെ അടയാളമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് കാരുണ്യമുണ്ട് എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്ത് പറയണം? അള്ളാഹു നിനക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് പറയണം, കാരുണ്യമുണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് കാരുണ്യം എന്ന് പറയാൻ പാടില്ല, റഹ്മത്ത് എന്ന് പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല അസ്സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ അവസാന യാമത്തിൽ അതിൻ്റെ 1/3 ബാക്കിയുള്ള സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ പറയാൻ പാടില്ല, ചില ആളുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയണം അള്ളാഹു ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ പറയണേ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയണം? യൻസിലു അംറു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ കൽപ്പന ഇറങ്ങുമെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂലിനെ അതറിയില്ലേ? അങ്ങനത്തെ പറഞ്ഞാൽ പോരെ ഇതിന് അള്ളാഹു ഇറങ്ങുമെന്ന് പറയുന്നത്?
എൻസിലു അമ്രു റബ്ബുന, അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പോരെ? എന്തിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഹദീസ് സഹാബികൾ ധാരാളം പേര് ഉദ്ധരിച്ചിട്ടുണ്ട് തന്നെ. അതിനു മാത്രം സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. ഏതെങ്കിലും ഒരു ഹദീസിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലോ അതല്ലെങ്കിൽ അവിടുത്തെ സഹാബിമാരിൽ ഒരാളോ എൻസിലു റബ്ബുന എന്നാണ്, നിങ്ങൾ ആരും എൻസിലു റബ്ബുന എന്ന് മനസ്സിലാക്കരുത്, അള്ളാഹു ഇറങ്ങുമെന്ന് മനസ്സിലാക്കരുത്, അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. ഒന്നാമത്തെ അടിത്തറ ഇതാണ്. അള്ളാഹു അവനെക്കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞോ നീ അത് അംഗീകരിക്കാൻ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനീങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെ അവതരിപ്പിക്കപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ അതിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. അതിലവർക്ക് തിരിച്ചൊരു ചോദ്യമില്ല, എന്താ ഇങ്ങനെ, എന്താ അങ്ങനെ, ഇല്ല. അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ആമൻതു ബില്ലാഹി വബിമാ ഖാല അല്ലാഹു അലാ മുറാദില്ലാഹ്. ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്നു. വആമൻതു ബിറസൂലില്ലാഹി വബിമാ ഖാല റസൂലുള്ളാഹി അലാ മുറാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അവിടുന്ന് പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു. എങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു? എനിക്ക് തോന്നിയതുപോലെയാണോ? അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ അതെങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് ആദ്യം തന്നെ ഒരു നിയമം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് അവരുടെ വാക്കുകളെ വ്യാഖ്യാനിക്കുകയല്ല, മറിച്ച് അവർ എങ്ങനെയാണോ അത് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കും. ഒന്നാമത്തെ അടിത്തറ ഇസ്ബാതു മാ അസ്ബതഹു ശറഅ. അള്ളാഹുവിൻ്റെ ദീനിൽ സ്ഥിരപ്പെട്ടത് എന്താണോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അത് അങ്ങനെ അംഗീകരിക്കുക, അവിടെ തിരിച്ചു മറുപടി പറയരുത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ പിഴച്ച കക്ഷികളെല്ലാം പിഴച്ചത് അതിൻ്റെ പ്രധാന കാരണം രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ രണ്ട് ചോദ്യങ്ങളാണ് അവരെ പഴപ്പിച്ചത്. ഒന്നാമത്തെ ചോദ്യം ലിമ, അള്ളാഹു എന്തിനിങ്ങനെ ചെയ്തു, എന്തിനിങ്ങനെ കൽപ്പിച്ചു. ഇത് അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുക പാടില്ല. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, നീ അബ്ദൻ, നീ ആരൻ, നീ അബ്ദൻ. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾക്ക് അറിയുകയില്ല. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ വരെ നിങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് നിങ്ങൾക്കറിയില്ല, അള്ളാഹുവിനാണ് അറിയുക. ഖുർആനിലെ സൂറത്തു അൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞില്ലേ, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും. നിങ്ങൾക്കിതാ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കതിനോട് വെറുപ്പുണ്ട്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വെറുത്തേക്കാം, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടായിരിക്കാം. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിരിക്കാം. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾ അറിയുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം കാര്യത്തിൽ പറഞ്ഞതാണ്, നമ്മുടെ കാര്യം, നമ്മെ ബാധിക്കുന്ന കാര്യം, അതിൽ അള്ളാഹുവിനാണ് അറിവുള്ളത്. അപ്പോൾ റബ്ബിനെ കുറിച്ചോ എന്തുകൊണ്ടും, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള സംസാരം ഗൈബിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ അടിത്തറ അതാണ്. രണ്ടാമത്തെ അടിത്തറ നഫ്യു മാ നഫാഹു അല്ലാഹു അൻ നഫ്സിഹി വ നഫാഹു അൻഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവനെക്കുറിച്ച് നിഷേധിച്ചു പറഞ്ഞ കാര്യങ്ങൾ, നിരാകരിച്ച കാര്യങ്ങൾ, അത് നീ നിരാകരിക്കണം, നിഷേധിക്കണം. ഉദാഹരണത്തിന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല, ബാധിക്കുകയില്ല. നീ അത് വിശ്വസിക്കണം. അള്ളാഹു ഉറങ്ങുകയില്ല, അവന് മയക്കം ബാധിക്കുകയില്ല. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. നിന്റെ റബ്ബ് അവൻ്റെ അടിമകളോട് വളരെ ചെറിയൊരു അനീതി പോലും പ്രവർത്തിക്കുന്നവനല്ല. അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല, അത് ഖുർആനിൽ വന്ന കാര്യമാണ്. നീ അത് അംഗീകരിക്കണം. അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം
വലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹു ഉറങ്ങുകയില്ല. ഉറങ്ങുക എന്നത് അവന് യോജിക്കുകയില്ല. ഉറക്കം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻപുള്ള നബിമാരെല്ലാം ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്, എന്നാൽ അവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. ഇന്നഹു അഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വർ, എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അള്ളാഹുവിന് ഒരു കണ്ണല്ല, മറിച്ച് 2 കണ്ണുകളുണ്ട് എന്ന് നീ അംഗീകരിക്കണം. ഒറ്റ കണ്ണുള്ളവനല്ല എന്ന് നീ വിശ്വസിക്കണം. എന്തൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിനെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞോ, അത് നീ ഇല്ല എന്ന് പറയണം. ഇതാണ് നമ്മുടെ ഫിത്രത്ത്. ഇത് സാധാരണക്കാർക്ക് ആർക്ക് പറഞ്ഞാലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇങ്ങനെ വിശ്വസിക്കണമെന്ന് ഇങ്ങനെ വിശ്വസിക്കണം. എന്തുകൊണ്ട് ഇത് പ്രത്യേകം പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും കടുത്ത നിഷേധം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിലേക്ക് കയറിക്കൂടിയിട്ടുണ്ട്. അവർ തങ്ങളുടെ ബുദ്ധിപരമായ ന്യായങ്ങൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ തളച്ചിടാൻ ശ്രമിച്ചു. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പരിധിക്കുള്ളിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് പലതും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ നിരാകരിച്ചു, തള്ളിക്കളഞ്ഞു. പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ ഇസ്ലാമിക പേരുള്ള ചില ആളുകൾ, ഫൽസഫയുടെ ആളുകളിൽ ചിലർ അവർ പറഞ്ഞ് അവസാനം ഖുർആനും ഹദീസിലും നോക്കി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടതെല്ലാം ഇവരുടെ വാദപ്രകാരം അള്ളാഹിനെ പറ്റി പറയാൻ പറ്റില്ല. അള്ളാഹു ഇറങ്ങും, അത് പറയാൻ പാടില്ല. റഹ്മത്തുണ്ട്, പറയാൻ പറ്റില്ല. ഗദബുണ്ട്, പറയാൻ പാടില്ല. പറഞ്ഞ് ഫൽസഫയുടെ ചില ആളുകൾ അവസാനം പറഞ്ഞു, നബിമാർക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് നബിമാർക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ അത് പിൽക്കാലഘട്ടത്തിലുള്ള മുത്തക്കല്ലിമീങ്ങൾക്കാണ് മനസ്സിലായത്, വചനശാസ്ത്രത്തിൻ്റെ ആളുകൾക്കാണ് മനസ്സിലായത്. അള്ളാഹുവിൻ്റെ നബിമാർക്ക് തിരിഞ്ഞിട്ടില്ല. അവർ ആകെ പറയാൻ വന്നത് എങ്ങനെ നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഇതൊക്കെയാണ് അവർ പറഞ്ഞു തന്നത്. അത് അവർക്ക് മനസ്സിലായി, പക്ഷെ ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെ വരെ പറയുന്ന അവസ്ഥയിലേക്ക് ചില ആളുകൾ എത്തിപ്പെട്ടു. രണ്ടാമത്തെ അടിത്തറ അതാണ്. മൂന്നാമത്തെ അടിത്തറ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയിച്ച ഈ നാമങ്ങൾ, ഈ വിശേഷണങ്ങൾ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനാണ്. അതിൻ്റെ ഉദ്ദേശം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഈ നാമങ്ങളും വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. അള്ളാഹു സമീഅൻ, നിന്റെ സംസാരം ശ്രദ്ധിക്കണം, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു അലീമാൻ, എല്ലാം അറിയുന്നവനാണ്. ഷിൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കണം, ആകാശലോകത്ത് നിന്ന് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കടുത്ത താക്കീത്, ഏറ്റവും വലിയ ഭയപ്പെടുത്തൽ, ഖുർആനിൽ അവതരിച്ച ഏറ്റവും ശക്തമായ താക്കീത്, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നു എന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു ബസീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അടുത്ത് ഒരു നാട്ടിലെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ എല്ലാ ചലനങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഒപ്പം തന്നെ നിശ്ചയിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജോലി, എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഒരാളെ നിശ്ചയിച്ചിട്ടുള്ളൂ, അയാളെ ഒരു പകരക്കാരനെ നിശ്ചയിച്ചിട്ടുള്ളൂ, എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, ഇന്നല്ലാഹ ബസീറുൻ ബിമാ തഅമലൂൻ. ഇങ്ങനെയൊക്കെ ആയത്തുകൾ കാണാം. വഅസ്റു ഖൗലക്കും ഔ ഇജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അള്ളാഹു അറിയുന്നവനാണ്. വഅസ്റു ഖൗലക്കും ഔ ഇജ്ഹറു ബിഹി, നിങ്ങൾ പതുക്കെ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, രണ്ടും അള്ളാഹുവിന് തുല്യമാണ്. യഅലമു ഖായിനതൽ അയൂൻ വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടം, മനുഷ്യനൊന്ന് ഒരു നിമിഷം നേരം കൊണ്ട് അവൻ പോലും ചിലപ്പോൾ അറിയാതെ ഒന്ന് നോക്കി തിരിച്ചെടുക്കുന്ന ആ കണ്ണോട്ടം, അത് അവൻ അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അവനവൻ തന്നെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ട് മൂടിയത് അള്ളാഹു അറിയുന്നുണ്ട്. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസം.
അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കുന്നത് മൂന്നാമത്തെ അടിത്തറ ഇതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. അതിൻ്റെ ആശയങ്ങൾ, അവയുടെ അർത്ഥം അത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക. ഇതാണ് അതുകൊണ്ട് ഇത് പഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം. അസ്മാ സിഫാത്ത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ദുനിയാവിൽ ജീവിതം നന്നാക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അസ്മാ സിഫാത്തിനോളം അവനെ സഹായിക്കുന്ന മറ്റൊരു വിജ്ഞാനവുമില്ല, വേറൊരു വിജ്ഞാനവുമില്ല. ശർഈയായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം ഇതാണ് 3 അടിത്തറകൾ. എന്താണ് സഹോദര തൗഹീദുൽ അസ്മാ വസിഫാത്ത്, അല്ലെങ്കിൽ ഈമാനു ബി അസ്മാ അല്ലാഹി സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണവും വിശ്വസിക്കുക അല്ലെങ്കിൽ അത് പഠിക്കുക എന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്നാമത്തെ കാര്യം, അറബിയിൽ പറയാറുണ്ട് ഷറഫുൽ ഇൽമി ബി ഷറഫിൽ മഅലൂം. ഏതൊരു വിജ്ഞാനത്തിൻ്റെയും വിലയും മൂല്യവും വർദ്ധിക്കുന്നത് അത് എന്തിനെക്കുറിച്ച് പഠിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിജ്ഞാനം പഠിച്ചാൽ എന്തിലേക്കാണ് ആ വിജ്ഞാനം നയിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദുനിയാവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. കാരണം അവനേക്കാൾ വലിയ മറ്റൊന്നില്ല. അള്ളാഹു അക്ബർ എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അക്ബർ മിൻ കുല്ലി ഷൈ. അള്ളാഹു എല്ലാത്തിനേക്കാൾ വലിയവനാണ്. അവനേക്കാൾ വലിയ മറ്റൊന്നില്ല. നിന്റെ ജീവിതത്തിൽ അവനേക്കാൾ സ്ഥാനമുള്ള മറ്റൊന്നില്ല. അള്ളാഹുവിനേക്കാൾ വലുപ്പമുള്ള ഒരു കാര്യമില്ല. ആകാശ ഭൂമികൾ അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരു കടുകുമണിയുടെ വലുപ്പം മാത്രമാണുള്ളത്. റബ്ബിൻ്റെ വലുപ്പം എന്തായിരിക്കും? അവൻ്റെ പാദം വെക്കുന്ന കുർസി, അള്ളാഹുവിൻ്റെ പാദപീഠം, അത് തന്നെയും ആകാശ ഭൂമികളെ മുഴുവൻ വിശാലമായി ചൂഴ്ന്നിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ പാദം വെക്കുന്ന കുർസി, അതിൻ്റെ വലുപ്പമാണിത്. അപ്പോൾ അർശിൻ്റെ വലുപ്പം എന്താണ്? ഇവയുടെ സൃഷ്ടാവായ റബ്ബിൻ്റെ വലുപ്പം എന്താണ്? ആകാശഭൂമികളെ നിങ്ങൾ കാണുന്നില്ലേ? പ്രപഞ്ചത്തെ നിങ്ങൾ കാണുന്നില്ലേ? ഇത് സൃഷ്ടിച്ചവൻ്റെ ശക്തിയും കഴിവും എന്തായിരിക്കും? അവൻ്റെ ഭംഗി എത്ര വലുതായിരിക്കും? അവൻ്റെ മഹത്വം എത്ര വലുതായിരിക്കും? അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന വിജ്ഞാനം, അതാണ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഷറഫുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം അതാണ്. നിങ്ങൾക്കത് മനസ്സിലാകണോ? നിങ്ങൾ നോക്കൂ, ഖുർആനിൽ ശ്രേഷ്ഠത പറയപ്പെട്ട ആയത്തുകൾ, സൂറത്തുകൾ, അവക്ക് ശ്രേഷ്ഠത നൽകപ്പെട്ടതിൻ്റെ കാരണം ആ ആയത്തുകൾ, ആ സൂറത്തുകൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു എന്നതുകൊണ്ട്. ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്തു ദൈന. ഈ ആയത്തുകളുടെ ഒന്നും മഹത്വം ചെറുതല്ല. അള്ളാഹുവിൻ്റെ കലാമാണ്. ഉതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല. അള്ളാഹുവിൻ്റെ കലാമെല്ലാം പരിപൂർണമാണ്. ഒരു കലാമിലും ഒരു വാക്കിലും യാതൊരു കുറവുമില്ല. പക്ഷേ അള്ളാഹു അവൻ്റെ വാക്കുകളിൽ ചിലത് പ്രത്യേകം തിരഞ്ഞെടുത്തു. ഏതാണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത്? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി ഓതി നോക്കൂ. അതിൽ 10 വചനങ്ങളാണുള്ളത്, 10 സെൻറ്റൻസുകൾ. ആ 10 സെൻറ്റൻസുകളും അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. വേറൊരു കാര്യം അതിലില്ല. അള്ളാഹുവിനെ കുറിച്ചല്ലാതെ മറ്റൊരു കാര്യം ആയത്തുൽ കുർസിയിലില്ല. ഖുർആനിലെ 3-1 എന്ന് പറയപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. എന്താണ് സൂറത്തിലുള്ളത്? അള്ളാഹുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നതിലില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 3-1 ഖുർആനിൻ്റെ 3-1. ഏതാണ് ഖുർആനിൽ ഏറ്റവും മഹത്തരമായ അധ്യായം, ഏറ്റവും മഹത്തരമായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്? തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുമായി ബന്ധപ്പെട്ടതല്ലാതെ മറ്റൊരു കാര്യം അതിലില്ല. നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകളോ ഇതൊന്നുമല്ല അതിലുള്ളത്. കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല. അള്ളാഹു ആരാണ്, അവനോട് എങ്ങനെ ദുആ ചെയ്യണം, ഇതാണ് അതിൽ പറയുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായങ്ങൾ, ആയത്തുകൾ, അവർക്ക് പ്രത്യേകം ശ്രേഷ്ഠത നൽകപ്പെടുന്നത് കണ്ടാൽ നിനക്ക് മനസ്സിലാക്കാമെന്ത്? ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്തു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അസ്മാകളും അവൻ്റെ സിഫാത്തുകളും പഠിക്കാനുള്ള കൽപ്പന ആവർത്തിച്ചു വന്നത് കാണാം. നമ്മൾ ചിലപ്പോഴെങ്കിലും ചില അങ്ങനത്തെ ആയത്തുകൾ ഒരു കോർവ് പോലെ അങ്ങനെ ഓതിപ്പോകുമെന്നല്ലാതെ ചിന്തിക്കാറില്ല.
നോക്കൂ, സൂറത്തുൽ ബഖറയിൽ മാത്രം നോക്കൂ അള്ളാഹു പറഞ്ഞത് വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വഅലമു, എന്താ വഅലമു എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. അള്ളാഹു കൽപ്പിക്കാൻ. എന്താ അള്ളാഹു കൽപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം? നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമാണ്, അറിയൽ നിർബന്ധമാണ്. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ അറിയണം. അള്ളാഹു പറയുന്നു വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിയണം. നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലാണ് ഇതൊക്കെ, സൂറത്തുൽ ബഖറയിൽ മാത്രമാണ്. അള്ളാഹു പറയുന്നു വഅലമു അന്നല്ലാഹ യഅലമു മാ ഫി അൻഫുസികും ഫഹ്ദറൂഹു വഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം. വിവാഹവുമായി ബന്ധപ്പെട്ട വിദൂലക്ക് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഅലമു മാ ഫി അൻഫുസികും, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നതാണ്. ഫഹ്ദറൂഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിച്ചു കൊള്ളുക, അവനെ നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അള്ളാഹു ഗഫൂറാണ്, അങ്ങേറ്റം പൊറുക്കുന്നവനാണ്, ഹലീമാണ്, അങ്ങേറ്റം ക്ഷമയുള്ളവനാണ് എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഓക്കെ, ഇതൊക്കെ കൽപ്പന, ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് പഠിക്കാനാണ് ഈ പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ മാത്രമാണ് ഇതൊക്കെ. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു സമീഉൻ അലീമാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. സദഖയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലേ, സദഖ നൽകേണ്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, സദഖയുടെ വിധിവിലക്കൽ പറയുന്നതിനിടയിൽ അവൻ പറഞ്ഞു വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, നിങ്ങൾ ദാനം നൽകുന്നത്, നിങ്ങൾ സദഖ നൽകുമ്പോൾ നിങ്ങൾക്ക് തോന്നേണ്ടതില്ല അതൊക്കെ ഞാൻ ചെയ്യുന്ന ഔദാര്യം. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ഗനി, അള്ളാഹു ഗനിയാണ്, അവൻ ധന്യതയുള്ളവനാണ്, നിന്റെ എന്തെങ്കിലും അവൻ ആവശ്യമില്ല, നിനക്ക് വേണ്ടിയാണ്. ഹമീദ്, അവൻ സ്തുത്യർഹനാണ്, അങ്ങേയറ്റം സ്തുത്യർഹനാണ്. സദഖ കൊടുക്കുമ്പോൾ ഈ നിലവാരമില്ലാത്തത് കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത്. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് പഠിക്കാൻ സൂറത്തുൽ ബഖറയിൽ മാത്രമുള്ള ആയത്തുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ആയത്തുകൾ എവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അസ്മാ വസിഫാത്തുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ സമീഉൻ അലീം, ഇന്നല്ലാഹ ഗഫൂർ റഹീം, ഇന്നല്ലാഹ തവ്വാബുൻ, ഇങ്ങനെ എത്ര ആയത്തുകളാണ്. ഒരു ഖുർആൻ ഒരു പേജ് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഇതില്ലാത്ത പേജുകൾ തുലോം തുച്ഛമാണ്. എന്തിനാണ് ഇതൊക്കെ? അള്ളാഹുവിനെ കുറിച്ച് നീ പഠിക്കാൻ വേണ്ടിയാണ്, നീ അറിയാൻ വേണ്ടിയാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ പലരും നമ്മുടെ സ്വന്തത്തോട് പരിശോധന നടത്തിയാൽ ഈ വിഷയത്തിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന് എത്രമാത്രം ഒരാൾ അറിയുന്നോ അത്രമാത്രം അവൻ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുള്ളവനും അള്ളാഹുവിൻ്റെ മുൻപിൽ കൂടുതൽ അടിമത്വമുള്ളവനുമായി മാറുന്നതാണ്. എത്രമാത്രം നീ അള്ളാഹിനെ അറിയുന്നു അത്രയും നീ അബ്ദാവും. കുല്ലമാ കാന അഅറഫു ബിറബ്ബിഹി കാന അഅബദ ലഹു. തൻ്റെ റബ്ബിനെ കുറിച്ച് ഒരാൾ എത്രമാത്രം കൂടുതൽ അറിയുന്നോ അത്രമാത്രം അവൻ അള്ളാഹുവിൻ്റെ അബ്ദാകുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. എത്രമാത്രം ഈ അറിവ് കുറയുന്നോ അത്രമാത്രം ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളിൽ ചിലർ, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അവിടുന്ന് ഒരു കാര്യം ജനങ്ങളോട് കൽപ്പിക്കുമ്പോൾ, ഒരാൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതേ അവരോട് പറയാറുണ്ടായിരുന്നു. കുറേ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നില്ല, പേടിപ്പിക്കാറുണ്ടായിരുന്നില്ല. ചെയ്യാൻ കഴിയുന്നതാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. ചില ആളുകൾ അത് കേട്ട് കഴിഞ്ഞാൽ അവർക്കിത് കുറവാണെന്ന് തോന്നും. ഇതൊക്കെ ഇതിലൊക്കെ എന്താ ഇത്ര കാര്യമുള്ളത്? അപ്പോൾ അവിടുന്ന് ശക്തമായി ദേഷ്യം പിടിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫയഗ്ദബു ഹത്ത യുഅറഫൽ ഗദബു ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്ത് പ്രകടമാകുന്നത്ര അവിടുന്ന് ദേഷ്യം പിടിക്കും. അവിടുന്ന് പറയുമായിരുന്നു, ഇന്ന അത്ഖാകും വ അഅലമകും ബില്ലാഹി അന, നിങ്ങളുടെ കൂട്ടത്തിൽ
അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളതും അവനെക്കുറിച്ച് ഏറ്റവും അറിവുള്ളതും എനിക്കാണ്. അത് രണ്ടും അവിടുന്ന് ഒരുമിച്ചാണ് പറഞ്ഞത്. എന്നെന്ത് മനസ്സിലായി? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് തഖ്വയിൽ വർധനവുണ്ടാകും. എന്തിന് സഹോദര, പലപ്പോഴും ജനങ്ങളിൽ ശിർക്ക് സംഭവിക്കുന്നത് പോലെ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആളുകൾ ശിർക്കിന് ന്യായം പറയാറില്ല. പൊതുവെ പറയാറുള്ള ന്യായങ്ങളൊന്നും എന്താ? നമ്മൾ ഇത്രയും തെറ്റ് ചെയ്ത് ഇത്രയും പാപങ്ങൾ ചെയ്ത് എന്നിട്ട് എങ്ങനെ നമ്മൾ അള്ളാഹിനോട് പറയാം? ഈ പാപികളായ നമ്മൾ എങ്ങനെ അള്ളാഹുനോട് ചോദിക്കും? എന്നാൽ അതേസമയം നമ്മൾ ഔലിയാക്കന്മാരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നമ്മുടെ കാര്യം അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. അള്ളാഹു ആരാന്ന് മനസ്സിലായിട്ടുന്നില്ല. അവൻ ഈ പറയുന്ന വലിയാകട്ടെ അല്ലെങ്കിൽ ദുനിയാവിലുള്ള സർവ്വ മനുഷ്യരുമാകട്ടെ, അവർക്കെല്ലാം അവരുടെ മനസ്സിൽ നൽകപ്പെട്ടിരിക്കുന്ന കാരുണ്യം അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് നിശ്ചയിച്ച് നൽകിയ 100 കാരുണ്യത്തിൽ ഒരു ഭാഗം മാത്രം. അപ്പോൾ അവൻ റബ്ബിനെ കുറിച്ച് എന്താണ് ഈ മനസ്സിലാക്കുന്നത്? ആളുകൾ പലരും പറയാറുള്ള ന്യായം ഇതാണ്. ശിർക്കിന് ആളുകൾ പറയുന്നത് അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ബഹുദൈവാരാധകർ അവർ അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കിയതിൻ്റെ അടയാളം നിങ്ങൾക്ക് അവരുടെ ആരാധനകളിൽ കാണാൻ കഴിയും. ശിർക്ക് അകപ്പെട്ട ആൾക്കാർ നോക്കുക, അവരുടെ വിഗ്രഹങ്ങൾ, അവരുടെ ദൈവങ്ങൾ, അതിൻ്റെ കോലം കണ്ടിട്ടില്ല നിങ്ങൾ? കുട്ടികളെ കാണിച്ചു കൊടുത്ത ഉറക്കത്തിൽ ചിലപ്പോൾ പേടിച്ച് കളയും. 5-6 കൈ ഉണ്ടാവും, ഓരോ കയ്യിലും ഒരു വാളുണ്ടാവും, ഇപ്പുറത്തെ കയ്യിൽ അരിവാളുണ്ടാവും, ഇപ്പുറത്തെ കയ്യിൽ വലിയ ദ്രഷ്ടകൾ ഉണ്ടായിരിക്കും, രക്തം ഇങ്ങനെ. അള്ളാഹു നോക്കൂ, വിശുദ്ധ ഖുർആൻ അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഉടനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബ്, ഇതിൻ്റെ ഒക്കെ ഉടമസ്ഥൻ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർ പൊതുവെ കാണാറുള്ളത് എന്താണ്? പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും അധികാരം നൽകപ്പെട്ടാൽ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ക്രൂരത വർദ്ധിക്കുന്നതാണ്. അങ്ങനെയാണ് പൊതുവെ ജനങ്ങൾ കാണാറുള്ളത്. ആൾക്കാർ, രാജാക്കന്മാർക്ക് അധികാരം കൂടിയാൽ, സമ്പത്ത് ആളുകൾക്ക് കൂടിയാൽ അവൻ്റെ സ്വഭാവം കൂടുതൽ മോശമാവും. പൊതുവെ മനുഷ്യർ അങ്ങനെയാണ്. ലോകങ്ങളുടെ റബ്ബ് എന്ന് കേട്ടാൽ അവൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഇവർക്ക് ഇത്ര അധികാരമുണ്ടായിട്ട് ഇവരിങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ അധികാരമുള്ളവൻ്റെ കാര്യം എന്തായിരിക്കും? ഉടനെ അള്ളാഹു പറയണം അർ റഹ്മാൻ റഹീം. അവൻ റഹ്മാനാണ്. ഒരൊറ്റ വാക്കിൽ അള്ളാഹു ഒതുക്കിയില്ല. അർ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമാണ്. 2 വിശേഷണം പറഞ്ഞു, ഒന്നിലൊതുക്കില്ല. പക്ഷെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവർ ശിർക്കിൽ അകപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. അപ്പം അള്ളാഹുവിനെ അറിയുന്നതിനനുസരിച്ച് ആണ് അവൻ്റെ ഇബാദത്ത് മേന്മയുണ്ടാകുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര, നിന്നോടൊരാൾ പറയുന്നു ഉഅ്ബുദ് റബ്ബല്ലാ തഅരിഫു, നിനക്കറിയാത്ത, ഒന്നും അറിയാത്ത ഒരു റബ്ബിനെ, ഒരു രക്ഷിതാവിനെ നീ ആരാധിക്കണം എന്ന് പറയുന്നതും, നിനക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. ആരാധിക്കണം, സ്കരിക്കണം, നോമ്പെടുക്കണം, ആർക്കു വേണ്ടിയാണ്? അവനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നതും, ഇതാ നീ നിസ്കരിക്കണം, ആർക്കു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? റഹ്മാനായ റബ്ബിനാണ്, റഹീമായ റബ്ബിനാണ്, റബ്ബുൽ ആലമീനായ റബ്ബിനാണ്, മാലിക് യൗമിദ്ദീനായ റബ്ബിനാണ്, അൽ ഹയ്യായ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, അൽ ഖയ്യൂമായ, എല്ലാം നിയന്ത്രിക്കുന്ന, അൽ അലിയായ, ഉന്നതനായ, അൽ അദീമായ, അങ്ങേയറ്റം മഹത്വമുള്ളവനായ, അൽ അസീസായ, സർവ്വപ്രതാപവുമുള്ളവനായ, ലത്തീഫായ, സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനായ, നിന്നോട് അനുകമ്പയുള്ളവനായ, റഊഫായ, നിന്നോട് സൗമ്യത പുലർത്തുന്നവനായ, വദൂദായ, തൻ്റെ വിശ്വാസികൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനായ, മുഅ്മിനായ, അവനിൽ വിശ്വസിച്ചവർക്ക് നിർഭയത്വം നൽകുന്നവനായ, സലാമായ, സർവ്വന്യൂനതകളിൽ നിന്ന് മുക്തനായ, മുതകബ്ബിറായ, എല്ലാ വലുപ്പവുമുള്ളവനായ, മുസവ്വിറായ, സർവ്വതിനും രൂപം നൽകിയ, ജമീലായ, അങ്ങേറ്റം ഭംഗിയുള്ളവനായ, അലീമായ, സർവ്വതും അറിയുന്നവനായ, ഗഫൂറായ, എല്ലാം പൊറുക്കുന്നവനായ, തവ്വാബായ, ഖേദിച്ചു മടങ്ങിയാൽ എൻ്റെ ഖേദങ്ങൾ സ്വീകരിക്കുന്നവനായ, ദുൽ അർഷിൽ കരീം, അർഷിൻ്റെ ഉടമസ്ഥനായ, വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയായ റബ്ബിനെയാണ് നീ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഒന്ന്, നിൻ്റെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ, മറ്റൊന്ന്
നിൻ്റെ ഹൃദയത്തിൻ്റെ ഏതു തന്ത്രികളെയും ചലിപ്പിക്കാൻ കഴിവുള്ള വാക്കുകളാണ്. അതിൽ ഓരോ വാക്കുകളും ഓരോ നാമങ്ങളും അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും അള്ളാഹുവിൻ്റെ ഓരോ പേരുകൾക്കും ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ ഓരോ പേരുകൾക്കും ഒരു ഉബൂദിയത്തുണ്ട്. അതിന് യോജിച്ച ഒരു സ്വാധീനം അതിന് ഹൃദയത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഓരോ പേരിനും നിങ്ങളത് അള്ളാഹുവിൻ്റെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു നോക്കുക. നിങ്ങൾ ഇത് പഠിച്ചിട്ട് അള്ളാഹുവിൻ്റെ റഹ്മാനാൻ റഹീം എന്നിട്ട് ആലോചിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ. ഹൃദയത്തെ അത്ഭുതമായ രൂപത്തിൽ അത് സ്വാധീനിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് മാത്രം ഒരു മനുഷ്യൻ ചിലപ്പോൾ അതിൻ്റെ പണ്ഡിതന്മാർ ചില പറഞ്ഞതുപോലെ ഇത് പറയാന്നല്ലാതെ നമ്മൾ ആസ്വദിച്ച കാര്യമല്ല. പക്ഷെ ആളുകൾ പറഞ്ഞതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലുന്നതിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലുള്ള ആനന്ദത്തിൽ അവൻ തൻ്റെ ആവശ്യങ്ങൾ പറയുന്നത് വരെ വിസ്മരിച്ചു പോകും. അതുകൊണ്ടാണ് മുൻഗാമികൾ ചില പറഞ്ഞത് ദുനിയാവിൻ്റെ അഹ്ലുകാർ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആളുകൾ ذهب أهل الدنيا من الدنيا وما ذاقوا أطيب ما فيها. ദുനിയാവിൻ്റെ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നത് وما ذاقوا أطيب ما فيها, ഇതിലുള്ള ഏറ്റവും ദുനിയാവിലുള്ള ഏറ്റവും രുചികരമായ ഏറ്റവും സുഖകരമായ അനുഭവം അവർ രുചിക്കാതെയാണ് പിരിഞ്ഞുപോയത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. ആകാശഭൂമിയുള്ള റബ്ബിനെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അസ്മാഉ സിഫാത്ത് പഠിക്കുക എന്നുള്ളതാണ് വഴി. ശരിയായ രൂപത്തിൽ പഠിക്കുക എന്നുള്ളതാണ് വഴി. അള്ളാഹു ആരാണെന്ന് അറിയുന്നതിന് അതല്ലാതെ മറ്റൊരു വഴിയില്ല. മാത്രമല്ല അള്ളാഹു സൃഷ്ടികളോട് കാണിച്ച ഏറ്റവും വലിയ കരുണയിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളത്. അള്ളാഹു അവനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നു എന്നത് അവൻ നമ്മോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഹദീസ്, 4-ാമത്തെ കാര്യം അതാണ്, അള്ളാഹുവിനെ അറിയുക എന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅ ഇല്ലാ വാഹിദ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-ൽ നിന്ന് 1 കുറച്ചാൽ മതി. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ, അത് മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അദ്ദു അൽ ഫാദിഹ, അള്ളാഹുവിൻ്റെ പേരുകൾ, ഈ 99 പേരുകൾ എണ്ണി പറയാൻ സാധിക്കുക. 2 ഇഹ്സാഉ മആനീഹ ഔ ഹിഫ്ദു മആനീഹ, അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക. ഓരോ നാമങ്ങളുടെയും ആശയം, കേവലാർത്ഥവും ആശയവും തമ്മിൽ വ്യത്യാസമുണ്ട്. റഹ്മാനും റഹീമും, പരമകാരുണ്യകൻ കരുണാനിധി, ഇതിലൊരു തമ്മിൽ എന്താ മലയാള വാക്കിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഗഫൂർ ഗഫാർ രണ്ടും ഒരേ അർത്ഥമാണ് പൊതുവെ മലയാളത്തിൽ നൽകപ്പെടുക. തവ്വാബ്, അതുപോലെയുള്ള പല വാക്കുകളും, ഖദീർ, ഖവി, ഇങ്ങനെയുള്ള പല വാക്കുകളും മലയാളത്തിൽ ഒരേ അർത്ഥത്തിലാണ് പറയപ്പെടാറ്. പക്ഷേ ഇതിൻ്റെ ആശയ വ്യത്യാസമുണ്ട്. ഓരോ ഇസ്മുകളും അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അവക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേവലം മലയാള അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അത്തഅബ്ബുദു വത്തഅബ്ബുദു ബിഹ, ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അവ അനുസരിച്ച് ഇബാദത്ത് ചെയ്യുക. എങ്ങനെ ഇബാദത്ത് ചെയ്യുക? അള്ളാഹ് സമീഅൻ, നിൻ്റെ വാക്ക് നീ ശ്രദ്ധിക്കുക. അള്ളാഹ് ബസീറാൻ, നിൻ്റെ പ്രവർത്തനം നീ ശ്രദ്ധിക്കുക. അള്ളാഹ് റഹ്മാനാണ്, നീ ജനങ്ങളോട് കാരുണ്യം കാണിക്കുക. അർഹമു മൻ ഫിൽ അർദ് അർഹമുക്കും മൻ ഫിസ് സമാ. ഇങ്ങനെ അതുപോലെ അള്ളാഹു റഫീഖാൻ, യുഹിബ്ബുർ റിഫ്ഖ്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. 2 ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്യാം. അതാണ് അതുകൊണ്ടുള്ള ഇബാദത്ത് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. 1 നിൻ്റെ ജീവിതത്തിലെ സ്വാധീനം ചെലുത്തുക, 2 നീ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. 3 കാര്യങ്ങൾ മനഃപ്പാഠമാക്കുക, പേരുകൾ, ആശയം മനസ്സിലാക്കുക, അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. 1 ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തുക, 2 അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ
ഞാൻ മുൻപ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് സമയം വൈകിട്ടാണ് വന്നത്. പക്ഷേ കുറച്ച് കാര്യം പറഞ്ഞ് നിർത്താൻ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദർശനം എടുക്കാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം, അതിൻ്റെ ആരംഭത്തിൽ പറയാവുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ അതൊന്നുകൂടി വിശദമായി പറയേണ്ടതുണ്ട്. അവരുടെ അടിത്തറകൾ പ്രധാനമായും 3 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി, അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞത് അംഗീകരിക്കുക, സ്ഥിരീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുക, അംഗീകരിക്കുക. പക്ഷെ ഈ അംഗീകരിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഈ അള്ളാഹുവിനെ കുറിച്ച് എന്തൊരു കാര്യം അംഗീകരിക്കുമ്പോഴും അത് എപ്രകാരമായിരിക്കണം? ഇസ്ബാതുൻ ബിലാ തംസീൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സമപ്പെടുത്തുകയോ വലാ തശ്ബീഹ്, അവൻ്റെ വിശേഷണങ്ങളെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തുകയോ ചെയ്യാതെ വിശ്വസിക്കണം. ഉദാഹരണത്തിന് അള്ളാഹുവിന് കാരുണ്യമുണ്ട്, അപ്പോൾ അത് സൃഷ്ടികളുടെ കാരുണ്യം പോലെയാണോ? അല്ല, ഒരിക്കലുമല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ മറ്റൊരു കാര്യമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് കുഫുവത്ത യാതൊരാളുമില്ല. എന്നാൽ അവന് തുല്യമായ, അവനോട് ചേർന്ന് നിൽക്കാവുന്ന, അല്ലെങ്കിൽ അവനോട് കിടയൊക്കാവുന്ന ഒന്നില്ല, ഒരു കാര്യവുമില്ല. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പേരൊത്ത ഒരാളെ നിനക്കറിയുമോ? അവനെ പോലെ ഉള്ള ഇല്ല, ഒരാളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏതൊരു വിശേഷണം അംഗീകരിക്കുമ്പോഴും അതിലെന്തു പാടില്ല? ബിലാ തംസീലിൻ വലാ തശ്ബീഹ്, ബിലാ തംസീലിൻ വലാ തശ്ബീഹ്, തംസീലു പാടില്ല, വലാ തശ്ബീഹ്. തംസീൽ പറഞ്ഞാൽ തുല്യതപ്പെടുത്തുക. അള്ളാഹുവിനെ പോലെ വേറെ അള്ളാഹു ഉണ്ട് എന്ന് പറയാം ഒന്നല്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ഒരാളുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം പോലെ കാരുണ്യമുള്ള ഒരാളുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽ ഏതെങ്കിലും വിശേഷണങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുന്നത് ഇന്ന സൃഷ്ടിപ്പ് പോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അള്ളാഹു ഇറങ്ങി വരുന്നത് ഇന്ന ആൾ ഇറങ്ങി വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ പറയാം. ഇത് പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തെയും ഒന്നിനോടും സമപ്പെടുത്താനോ സദൃശ്യപ്പെടുത്താനോ രൂപം പറയാനോ പാടില്ല. ഈ പറഞ്ഞതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇതൊക്കെ പലപ്പോഴും വാക്കുകളുണ്ട്. തംസീൽ എന്ന് പറഞ്ഞാൽ സമപ്പെടുത്തലാണ്, തശ്ബീഹ് എന്ന് പറഞ്ഞാൽ സദൃശ്യപ്പെടുത്തലാണ്. രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. സമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണാർത്ഥത്തിൽ സമമാണെന്ന് പറയാം. തശ്ബീഹ് എന്ന് പറഞ്ഞാൽ ചില രൂപങ്ങളിൽ സാദൃശ്യമുണ്ടെന്ന് പറയാം, പൂർണ്ണാർത്ഥത്തിലില്ല. തകീഫ് എന്ന് പറഞ്ഞാൽ അതിന് രൂപം പറയാം. അള്ളാഹു ഇറങ്ങുന്നത് ഇന്ന രൂപത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അർശിനുമേൽ ഇസ്തിവാ ചെയ്തു, ആരോഹണം ചെയ്തു, അത് ഇന്ന രൂപത്തിലാണ്. ചില ആളുകൾ ചെയ്തു പോലെ ഒരു കസേരമ കയറി ഇരുന്നിട്ട് പറഞ്ഞു ഇതുപോലെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്തത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശേഷണങ്ങൾ ഏതൊരു കാര്യം സ്ഥിരീകരിക്കുമ്പോഴും അത് സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്താൻ പാടില്ല. അത് ഗുരുതരമായ പാപമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സൃഷ്ടികളോട് തുല്യതപ്പെടുത്തുക എന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിന് ചില ആളുകൾ പറഞ്ഞത് ഇസ്ബാത്തുൻ ബിലാ ഇസ്ബാത്തുൻ ബിലാ തംസീൽ, ഇസ്ബാത്തുൻ ബിലാ തംസീൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തുല്യതപ്പെടുത്തുകയോ സദൃശ്യപ്പെടുത്തുകയോ രൂപം പറയുകയോ ഒന്നും ചെയ്യാതെ അത് സ്ഥിരീകരിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഏതൊരു വിശേഷണവും അവൻ്റെ മഹത്വത്തിനും പൂർണ്ണതയ്ക്ക് യോജിച്ച രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അവസാനത്തിൽ പറയാനുണ്ട്, ആ സമയത്ത് ഞാനത് പറയട്ടെ. രണ്ടാമത്തെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, നഫിഉ മാ നഫാഹു അല്ലാഹു അൻഹു ഫി കിതാബിഹി വ അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവൻ്റെ റസൂലോ അള്ളാഹുവിനെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞ കാര്യം നിഷേധിക്കുക. പക്ഷേ ആ നിഷേധത്തിനോടൊപ്പം ഒരു കാര്യമുണ്ട്, മഅ
ഇസ്ബാതി കമാലി ളിദ്ദിഹി, മഅ ഇസ്ബാതി കമാൽ ളിദ്ദിഹി. അള്ളാഹുവിന് ഒരു കാര്യം അവൻ ഇല്ല എന്ന് നിഷേധിച്ചു പറഞ്ഞാൽ അത് നിഷേധിക്കുന്നതിനോടൊപ്പം അതിൻ്റെ നേർവിപരീതമായ കാര്യം അവന് പൂർണാർത്ഥത്തിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയുമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടില്ലല്ലോ. അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല, നിഷേധമാണല്ലോ അല്ലേ? അനീതി എന്ന വിശേഷണം അള്ളാഹുവിനില്ല. അത് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു പരിപൂർണ നീതിയുള്ളവനാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ അവരുടെ പൊതുവായ സ്വഭാവമാണിത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിൽ കാണുന്ന ശൈലിയാണിത്. അള്ളാഹുവിൻ്റെ സൽബിയത്തായ സിഫത്തുകൾ എന്നാണ് ഇതിന് പറയുക. അവൻ്റെ ഏതെങ്കിലും ഒരു ഇത്തരം ന്യൂനതയുടെ വിശേഷണങ്ങളോ മറ്റോ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതിരിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേർവിപരീതമായ പൂർണ്ണത അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിക്കലാണ്. അതില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വെറുതെ നിഷേധിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ അന്നഫ്യുൽ മഹ്ദു ദമ്മുൻ. വെറുതെ നിഷേധിക്കുക, ഒരു കാര്യമില്ല, ഇതില്ല അതില്ല എന്ന് പറയൽ അത് ഒരാളെ ചീത്ത പറയുന്ന പോലെയാണ്, ആക്ഷേപിക്കുന്നത് പോലെയാണ്. ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, പഴയ കാലത്ത് ഖലീഫമാരുടെയും രാജാക്കന്മാരുടെയും അടുത്ത് കവികൾ വരും. എന്നിട്ട് രാജാവിനെ കുറിച്ച് നല്ല കവിത എഴുതും, ദീനാറ് കിട്ടും, പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു രാജാവിൻ്റെ അരികിൽ ഒരു കവി വന്നിട്ട് പറയണമെന്ന് വിചാരിക്കുക, രാജാവേ നിങ്ങൾ കുള്ളനല്ല, നിങ്ങൾ വിരൂപിയല്ല, നിങ്ങൾ കഷണ്ടിയില്ല, നിങ്ങൾ മെലിഞ്ഞിട്ടല്ല, നിങ്ങൾ ദുർബലനല്ല, നിങ്ങൾ പൊട്ടനല്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എനിക്കിത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും. ആലോചിച്ച് നോക്കുക, അത് ശരിക്കും ദമ്മാണ്, ഒരാളെ ആക്ഷേപിക്കലാണത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരാളുടെ ന്യൂനതയുടെ വിശേഷണങ്ങൾ മാത്രം നിരാകരിക്കുക എന്നത് ഒരിക്കലും മദ്ഹല്ല, അതൊരിക്കലും ഒരാളെ നല്ലത് പറയലല്ല. അതുകൊണ്ട് ഖുർആനിൽ എവിടെയും നിങ്ങൾ നോക്കൂ, നിഷേധമുണ്ടോ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും അതിൻ്റെ നേർവിപരീതം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം എന്നിട്ടാണ് പറഞ്ഞത് ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവൻ അങ്ങേയറ്റം ഹയാത്തുള്ളവനാണ്, ഹയ്യാണ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. അൽ ഖയ്യൂം, അവനെ എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവൻ ഉറക്കം ബാധിക്കില്ല, മയക്കം ബാധിക്കില്ല. കാരണം അവന് ഉറക്കം ബാധിക്കില്ല, മയക്കം ബാധിക്കില്ല എന്നുള്ളത് ഏതിന് പൂർണ്ണാണ്? അള്ളാഹുവിൻ്റെ ഹയാത്തിന് ചേർന്ന് വരുന്ന കാര്യമാണ്. ഹയാത്തിൻ്റെ കുറവിൻ്റെ അടയാളമാണ് ഏത്? ഉറക്കം. അല്ല, ഹയാത്ത് അല്ലേ, നമ്മളെ തളർച്ചയുടെ അടയാളമാണ് ഉറക്കം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പണ്ഡിതന്മാർ പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അതിൻ്റെ വിശദീകരണമാണ് ലം യലിദ് വലം യൂലദ്. അല്ലെങ്കിൽ അല്ലാഹു സമദ്, അതിൻ്റെ വിശദീകരണമാണ് വലം യകുൽ ലഹു കുഫുവൻ. ഞാൻ ഈ പറഞ്ഞ അർത്ഥം നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ നിഷേധം അതിൻ്റെ വിശദീകരണമാണ് തുടക്കത്തിലുണ്ടായത്. അള്ളാഹു ഏകനാണ്, അവൻ്റെ ഏകത്വത്തിന് വിരുദ്ധമാണ് അവനൊരു സന്താനം ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് ഘടകവിരുദ്ധമായിരിക്കും എന്ത്? അള്ളാഹുവിന് സന്താനം ഉണ്ടാവുക എന്നതോ അവനൊരു പിതാവ് ഉണ്ടാവുക എന്നുള്ളതോ. കാരണം അവനെപ്പോലെ മറ്റൊന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു അസ്സമദ്, അവൻ സമദാണ്, അവൻ സർവരുടെയും ആശ്രയമാണ് എന്നതിന് വിരുദ്ധമായിരിക്കും അവന് തുല്യനായ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്. അവന് തുല്യനായ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ നഊദുബില്ല ആശ്രയമില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഏതൊരു കാര്യം ഇല്ല എന്ന് നിഷേധിക്കുമ്പോഴും അതിൻ്റെ വിപരീതം, കാരണം കേവലം അള്ളാഹുവിന് ഇന്ന വിശേഷണങ്ങളില്ല ഇല്ല ഇല്ല എന്നിങ്ങനെ നിഷേധിച്ചു പറയുക എന്നത് അതൊരിക്കലും മദ്ഹിൻ്റെ സ്വരമല്ല, നല്ല സനാഇൻ്റെ ഹംദിൻ്റെ രീതിയല്ല. സൂറത്തുൽ ഫാത്തിഹ നോക്കൂ നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. എന്തെങ്കിലും ഇല്ല എന്നാണോ പറഞ്ഞത്? അല്ല, ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, റഹ്മാനാണ്, റഹീമാൻ, മാലിക്കാൻ.
ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തിൻ്റെ മദ്ഹബ് തഫ്സീലുൽ അൽ ഇസ്ബാത്തുൽ മുഫസ്സലു വന്നഫ്യുൽ മുജ്മൽ, വിശദമായി അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സ്ഥിരീകരിക്കും. സ്ഥിരീകരണം ധാരാളം ഉണ്ടായിരിക്കും. അള്ളാഹു ഇങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ളവനാണ്. പക്ഷെ അന്നഫ്യു അൽ മുജ്മൽ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നിരാകരിക്കുന്ന നിഷേധിക്കുന്ന വിശേഷണങ്ങൾ അത് ചുരുക്കി പറയുള്ളൂ, അത് കുറേ ഉണ്ടാവില്ല. പക്ഷെ ബിദ്അത്തുകാർ നേരെ തിരിച്ചാണ്. നമ്മുടെ നാട്ടിലെ ഷാരികളുടെ കിതാബുകൾ ഒന്നിട്ട് എടുത്തു നോക്കിയാൽ, ഞാൻ ചില പുസ്തകം എടുത്തു, 1-2 പേജ് ഇല്ലയെന്ന് മാത്രമാണ്. അള്ളാഹ് മുകളിലില്ല, താഴത്തില്ല, വലത്തില്ല, എടുത്തില്ല. പണ്ട് മദ്രസയിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അവന് ജൗഹറില്ല, അവന് ഇതില്ല, ഇല്ല എന്ന് മാത്രമായിരിക്കും 2-3 പേജിലുണ്ടാവുക. ഉള്ളതാകെ വിരലിലുണ്ടാവുന്ന കാര്യം. പക്ഷെ ഖുർആന്റെ രീതി, ഹദീസിന്റെ രീതി നേരെ വിപരീതമാണ്. ഉണ്ട് എന്നതാണ് കൂടുതലുള്ളത്, ഇല്ല എന്നത് വളരെ കുറച്ചാണ്. ഇല്ല എന്ന് പറഞ്ഞ ഇടങ്ങളിലെല്ലാം ഉദ്ദേശിച്ചതാകട്ടെ എന്താണ്? ഇതിന് നേർ വിപരീതമായത് ഉണ്ട് എന്ന് പറയാനാണ്. ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടില്ലല്ലോ മനസ്സിലാക്കാൻ? ശരി. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞതിന് തെളിവ് ഖുർആനിലെ ആയത്തുകൾ ഇതിന് തെളിവായിട്ടുണ്ട്. ധാരാളം വേറെ ആയത്തുകളുണ്ട്, ചുരുക്കാൻ. മൂന്നാമത്തെ കാര്യം അത്തവഖുഫ് ഫീമാ ലം യരിദ് ഫീഹി നഫ്യുൻ വലാ ഇസ്ബാത്ത്. അള്ളാഹുവിനെ കുറിച്ച് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറഞ്ഞിട്ടില്ലാത്ത, ഖുർആനിൽ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ അത്തവഖുഫ്, മിണ്ടാതിരിക്കുക, അതിൽ യാതൊന്നും പറയാതിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നത് അറിവില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്ത് ചെയ്യരുത്, എൻ്റെ പുറകെ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ ഹദീസിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുക, ഉണ്ടാതിരിക്കുക. ഉദാഹരണത്തിന് പിന്നെ ബിദ്അത്തുകാർ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പല പദപ്രയോഗങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് മക്കാൻ, സ്ഥലം. അള്ളാഹുവിന് സ്ഥലമുണ്ടോ? അതല്ലെങ്കിൽ ഹയ്യിസ്, അതുപോലെ അള്ളാഹുവിന് അഅ്ദാഉകളുണ്ടോ, ജിസ്മുണ്ടോ? ഇങ്ങനെ പല ചർച്ചകളുമുണ്ട്. ഞാൻ ഓരോ ചർച്ചകളുടെയും വിശദാംശമോ മറ്റോ ഒന്നും പറയുന്നില്ല. പൊതുവെ അതിലുള്ള അഹ്ലുസുന്നത്തിൻ്റെ സ്വഭാവം ഇത്തരം പ്രയോഗങ്ങളിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യം ഉണ്ടാതിരിക്കുക. പക്ഷെ അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയും, നിങ്ങൾ അള്ളാഹുവിന് ശരീരമില്ല എന്ന് പറയും, അതുകൊണ്ട് നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? അപ്പോൾ ചിലപ്പോൾ ബിദ്അത്തുകാരായ ചില ആളുകൾ പറയും, അള്ളാഹുവിന് ശരീരമില്ല എന്ന് പറഞ്ഞാൽ അവന് കൈയില്ല, അവന് മുഖമില്ല, അവന് കാൽപാദമില്ല എന്നാണ് ഞങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പാടില്ല? ഇതൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അവന് മുഖമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് ഖുർആനിൽ വന്നിട്ടില്ലേ? ഉണ്ട്. എത്രയോ ആയത്തുകൾ വന്നിട്ട്. കൈന്ന് മാത്രമല്ല, കൈയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ അതിനു മാത്രം ഖുർആനിലുണ്ട്. ബൽ യദാഹു മബ്സൂതതാൻ. അള്ളാഹുവിൻ്റെ 2 കരങ്ങളും മബ്സൂതതാൻ, അത് കെട്ടിയിടപ്പെട്ട നിലയിലല്ല. ജൂതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് മറുപടി അള്ളാഹു പറഞ്ഞു ബൽ യദാഹു മബ്സൂതതാൻ. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ കരങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള കടുത്ത മറുപടിയാണ് ആയത്തിലുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ കരം എന്ന് ഖുർആനിൽ വന്ന എല്ലാ സ്ഥലത്തും അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? അത് അള്ളാഹുവിൻ്റെ കരമല്ല, അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ശക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ആയത്തെ എങ്ങനെ വിശദീകരിക്കും? ബൽ യദാഹു, അള്ളാഹുവിൻ്റെ 2 കരങ്ങൾ. ശക്തി എങ്ങനെ 2 ഉണ്ടാവും? ശക്തി എങ്ങനെ 2 ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവും. ശക്തി ഒന്നാണ്. അള്ളാഹുവിൻ്റെ ശക്തി പരിപൂർണമായ ശക്തിയാണ്. അതെങ്ങനെയാണ് 2 ആക്കുക? ബൽ യദാഹു മബ്സൂതതാൻ. അള്ളാഹുവിനെ കാണുന്നതാണ്. ഇത് നിഷേധിച്ചാൽ അള്ളാഹുവിന് ശരീരം ഇല്ല, ജിസ്മില്ല എന്ന് പറയുമ്പോൾ അവർ പറയും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. ഇതൊക്കെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പദങ്ങൾ അവർ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ പറയാം ആ പദം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അതും ബാത്തലാണ്.
അത് അസത്യമാണ്. അള്ളാഹുവിന് മുഖമുണ്ട്, അവന് യോജിച്ച രൂപത്തിൽ. അള്ളാഹുവിന് കരങ്ങളുണ്ട്, അവന് യോജിച്ച രൂപത്തിൽ. അതിൻ്റെ ഒന്നും രൂപം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞ കാര്യം എന്താണോ അത് അവനുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ മാർഗം സ്വീകരിച്ചതിലൂടെ അവർ രണ്ട് പിഴച്ച കക്ഷികൾക്കിടയിലാണ് നിലകൊള്ളുന്നത്. ഒന്ന് അൽ മുഅത്തില, രണ്ട് അൽ മുമസ്സില. ഒന്ന് അൽ മുഅത്തില. മുഅത്തില എന്ന വിഭാഗം അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവരാണ്. അതിലേറ്റവും കൂടുതൽ അറിയപ്പെട്ട വിഭാഗം ജഹ്മുബ്നു സഫ്വാനിൻ്റെ പിൻഗാമികളായി അറിയപ്പെട്ട ജഹ്മിയ്യത്താണ്. ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന കക്ഷികളിലെ ഏറ്റവും കടുത്ത പിഴച്ച കക്ഷിയാണ് ജഹ്മിയ്യ. അവരിൽ ചിലർ അള്ളാഹുവിന് വിശേഷണങ്ങളില്ലാന്ന് മാത്രമല്ല, അള്ളാഹുവിന് പേരുകളില്ലാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അസ്മാകൾ വരെ. അള്ളാഹുവിന് അസ്മാകളില്ല, അവന് വിശേഷണങ്ങളുമില്ല. അവരാണ് മുഅത്തില. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മുഴുവൻ നിരാകരിച്ചവർ, നിഷേധിച്ചവർ. ജഹ്മികളുടെ പാത പിന്തുടർന്നുകൊണ്ട് പിന്നീട് എത്തിയ ആളുകളാണ് മുഅ്തസില. അവരും ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവരാണ്. അഹ്ലുസുന്നത്തിനും മുഅ്തസിലത്തിനും ഇടയിലൊരു വഴി സ്വീകരിച്ച ആളുകളാണ് അശാഇറ, ശഅരിയത്തിൻ്റെ ആളുകൾ. നമ്മുടെ നാട്ടിൽ പൊതുവെ വരാനുള്ളത്. അവർ പറഞ്ഞു, ഞങ്ങൾ 7 വിശേഷണങ്ങൾ അംഗീകരിക്കുന്നതാണ്. സമയമല്ല, അല്ലെങ്കിൽ അതിന് ചെറിയൊരു മറുപടിയെങ്കിലും പറയായിരുന്നു. അവരിതിൻ്റെ ഇടയിലൊരു മാർഗം സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ 7 വിശേഷണങ്ങൾ അംഗീകരിക്കും, മറ്റുള്ളവ അംഗീകരിക്കുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ ഖൗലു ഫി ബഅദി സിഫാതി കൽ ഖൗലി ഫിൽ ബഅദിൽ ആഖർ. നിങ്ങൾ ഈ 7 വിശേഷണങ്ങൾ എങ്ങനെയാണോ അംഗീകരിക്കുന്നത് അതേപോലെ തന്നെ മറ്റു വിശേഷണങ്ങൾ അംഗീകരിച്ചാൽ മതി. അള്ളാഹുവിന് ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നു. ശരി, മനുഷ്യർക്ക് ഉദ്ദേശമല്ലേ? നിങ്ങൾ പറയുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ഉദ്ദേശം മനുഷ്യരുടെ ഉദ്ദേശം പോലെയാണ് നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. എങ്കിൽ അതേപോലെ തന്നെ ബാക്കി വിശേഷണങ്ങൾ അംഗീകരിച്ചാൽ പോരെ. അള്ളാഹുവിന് മുഖമുണ്ട്, സൃഷ്ടികളെ പോലെയല്ല, അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. ഏത് വിശേഷണം ഇതേപോലെ അംഗീകരിക്കുക. നിങ്ങൾ ഈ 7 വിശേഷണങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ മുഅ്തസിലക്ക് എന്തു മറുപടിയാണോ കൊടുത്തത് അതേ മറുപടി നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി അതെ. വിശദമായി പറയണം, ഞാൻ ചുരുക്കി പറഞ്ഞു. ഈ 2 വിഭാഗത്തിന്, ഒരു വിഭാഗം അഹ്ലു തഅ്തീൽ, അവർ നിഷേധത്തിൻ്റെ ആളുകളാണ്. ചിലർ മുഴുവനായി നിഷേധിച്ചു, ചിലർ ഭാഗികമായി നിഷേധിച്ചവരാണ്. രണ്ടാമത്തെ വിഭാഗം അഹ്ലു തംസീൽ, അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സ്ഥിരീകരിച്ചു, പക്ഷേ എന്ത് ചെയ്തു? അവർ സാദൃശ്യപ്പെടുത്തി. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവർ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തി. റാഫിദകളിൽപ്പെട്ട ചില ആളുകൾക്ക് ഈ വിശ്വാസം, ഈ പഴച്ചവാദം ഉണ്ടായതായി പറയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 വിഭാഗം ഉണ്ടായിട്ടുണ്ട്, അഹ്ലു തഅ്തീൽ, അഹ്ലു തംസീൽ. ഇതിന് രണ്ടിനും ഇടയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ നിലകൊണ്ടത്. അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സ്ഥിരീകരിച്ചു, പക്ഷെ അത് സദൃശ്യപ്പെടുത്തിയോ? ഇല്ല. അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ മനസ്സിലാക്കുക. മുൻഗാമികൾ എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നത്? സഹാബികൾ മുതൽ ഇങ്ങോട്ട് താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, 4 മദ്ഹബിൻ്റെ ഇമാമുമാർ, കുതുബു സിത്തയുടെ ഗ്രന്ഥകർത്താക്കന്മാരായ 4 മദ്ഹബിൻ്റെ ഇമാമാരൊക്കെ അബു ഹനീഫ, മാലിക് ഇബ്നു അനസ്, മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അവരെല്ലാം ഈ മാർഗത്തിലായിരുന്നു. അതുപോലെ ഹദീസിൻ്റെ ഗ്രന്ഥകർത്താക്കളായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ബുഖാരിയുടെ ഉസ്താദായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, അവർക്ക് മുൻപുള്ള ആളുകൾ ഇമാം സുഹരി, ഷഅബി, അൽ ഹസനുൽ ബസ്രി. നിങ്ങൾ മുൻഗാമികളുടെ അഖീദ വിവരിക്കുന്ന കിതാബുകൾ ഏതും എടുത്തു നോക്കൂ. അശാഇറത്ത് പറഞ്ഞ വിശ്വാസമോ മുഅ്തസിലത്ത് കൊണ്ടുവന്നതോ നിങ്ങൾക്കതിൽ കാണാൻ പറ്റില്ല. അവരെല്ലാം പറഞ്ഞത് അഹ്ലുസുന്നത്ത് പറയുന്ന ഈ മാർഗമാണ്. അവർ പറഞ്ഞു ഇസ്തവ അലൽ അർശ്, അല വർതഫ, അള്ളാഹു അർശിനു മേൽ ഇസ്തിവ ചെയ്തു. അവർ പറഞ്ഞു ഇസ്തിവ എന്ന് പറഞ്ഞാൽ അർശിനു മുകളിലായി എന്നാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏതു വിശേഷണങ്ങളെയും അവർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അവരതിനൊന്നും നിരാകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. ഇത് അഹ്ലുസുന്നത്ത്, ഇത് സലഫുകളുടെ, സഹാബത്തിൻ്റെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെയും ഇമ്മത്തിൻ്റെയും ഹദീസുകളുടെയും മാർഗമാണ് എന്ന് ഇന്ന് ചില ആൾക്കാർ നിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ അശാരിയത്ത് പ്രചരിപ്പിക്കാൻ നിൽക്കുന്ന ചില ആളുകൾ പറഞ്ഞല്ല, അത് അശാരിയത്ത് പിന്നീട് വാക്കുകളാൽ പറഞ്ഞു എന്നേ ഉള്ളൂ.
അശാരി ഒരിക്കലും പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരുടെ വാദത്തിന് അശാഇറത്ത് തന്നെ മറുപടി പറയുന്നുണ്ട്. നവവിയുടെ സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് പലയിടത്തും കാണാം ഇതാണ് അഹ്ലു തഅ്വീൽ, അതായത് നമ്മുടെ അഭിപ്രായം ഇതാണ്. എന്നാൽ സലഫുകളുടെ മാർഗം ഇതായിരുന്നില്ല. സലഫുകൾ ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ധാരാളം ആളുകൾ രേഖപ്പെടുത്തി, അവർ തന്നെ ഇത് രേഖപ്പെടുത്തുന്നത്. ആൾക്കാർക്ക് വിവരം കുറഞ്ഞപ്പോൾ, കിതാബുകൾ വായിക്കുന്ന ആളുകൾ ഇല്ലാതെയായപ്പോൾ ആർക്കും ഇന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞ കാര്യമാണത്. അദ്ദേഹം പറഞ്ഞു, സഹാബത്തിൻ്റെ മാർഗം ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ല, എപ്പോഴല്ലാതെ സഹാബികളുടെ മാർഗം എന്തായിരുന്നു എന്ന് ജനങ്ങൾക്ക് അറിയാത്തൊരു കാലം വന്നാലല്ലാതെ. ഇന്നതാണ് അവസ്ഥ. സഹാബികൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ നാട്ടിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, നബിദിനം എത്തിക്കഴിഞ്ഞാൽ എല്ലാ പോസ്റ്ററുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ 12-ന് ഈത്തപ്പഴം കൊടുത്തിരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് ഒട്ടകം വിതരണം ചെയ്തിരുന്നു. ആരബിതൊക്കെ നോക്കുന്നത് മൗലിദ് കഴിക്കുന്ന കാലങ്ങൾക്ക് ശേഷം വന്നതാണെന്ന് അവരെന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വിവരക്കേട് വ്യാപകമായപ്പോൾ എന്തു പറയാമെന്നായി. എന്നിട്ട് ആൾക്കാർ കണ്ടില്ല, അബൂബക്കർ സിദ്ദീഖ് ചെയ്തല്ലേ ഞങ്ങൾ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ഇത് ഒഴിവാക്കിയ ആളുകൾ കുറ്റക്കാരായി. ഇബ്നു അബ്ബാസ് പറഞ്ഞതായി കാണാം, ജനങ്ങൾക്ക് ഓരോ വർഷം വരുമ്പോഴും അവരിൽ നിന്നൊരു സുന്നത്ത് നഷ്ടപ്പെടുകയും ഒരു ബിദ്അത്ത് കയറിക്കൂടുകയും ചെയ്യും. അവസാനം കാലം കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ബിദ്അത്ത് ഒഴിവാക്കിയാൽ, പുതിയ ഒരു കാര്യം അത് ആൾക്കാർ പിന്നെ ഉണ്ടാക്കിയത് ഒഴിവാക്കിയാൽ ജനങ്ങൾ പറയും തറക്ത സുന്നത്തൻ, നീ ഒഴിവാക്കിയത് സുന്നത്താണ് എന്ന ആളുകൾ പറയുന്ന അവസ്ഥ എത്തും. എല്ലാ നിലക്കും പുതിയത് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യാത്ത ആളുകൾ വിളിക്കുന്ന പേരെന്താ? പുത്തൻവാദികൾ. ആരാണ് യഥാർത്ഥത്തിൽ പുത്തൻവാദി? പുതിയതുണ്ടാക്കിയ ആൾക്കാരാണ്. സഹാബത്ത് ചെയ്ത മാർഗത്തിൽ നിലനിൽക്കുന്നവർ, അവരാണ് ശരിക്കും ശരിയുടെ മാർഗത്തിലുള്ളത്. ഇതേ കാര്യമാണ് അസ്മാ സിഫാത്തിൻ്റെ കാര്യത്തിലുമുള്ളത്. സഹോദരങ്ങളെ, ഇതൊന്നും പൂർത്തീകരിക്കാനുള്ള ഉദ്ദേശം ആദ്യം ഞാൻ വൈകി വന്നതിൽ പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ദർശയിലേക്ക് അത് മാറ്റി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ രണ്ട് വഴിയുടെയും മധ്യത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ നിലകൊള്ളുന്നത്. അഹ്ലുസുന്നത്തിൻ്റെ മാർഗം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചുരുങ്ങിയ ചില അടിസ്ഥാനങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഹ്ലുസുന്ന അവർ ഇസ്ബാത്ത്, അവരുടെ അരികിലുള്ള മാർഗം മദ്ഹബുഹും ഇസ്ബാത്തുൻ ബിലാ തംസീലിൻ വതൻസീഹുൻ ബിലാ തഅ്തീൽ. അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സ്ഥിരീകരിക്കുന്നു, സൃഷ്ടികളോട് സാമ്യതപ്പെടുത്താതെ. അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ, അവൻ പറഞ്ഞ കാര്യങ്ങൾ, ഉദാഹരണത്തിന് അള്ളാഹുവിന് സന്താനമില്ല, അല്ലേ, അന്ന യകൂനു ലഹു വലദ് വലം തകുൻ ലഹു സാഹിബ, അള്ളാഹുവിന് സന്താനമില്ല, അള്ളാഹുവിനൊരു ഇണയില്ല, അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല, അവൻ ഉറങ്ങുകയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ അത് അവരുടെ പക്കലുള്ളത് ഏത് രീതിയാണ്? തൻസീഹാണ്. തൻസീഹ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുന്നതിനോടൊപ്പം അതിൻ്റെ നേർവിപരീതമായ പൂർണ്ണത അള്ളാഹുവിന് അവർ സ്ഥാപിക്കുകയും ചെയ്യുന്നു, സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് നേരെ എതിരായി നിലകൊണ്ട ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആരൊക്കെയാണ്? അൽ മുമസ്സില വൽ മുഅത്തില. ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നിഷേധിച്ചവരാണ്. അവരെന്താ നിഷേധിക്കാൻ കാരണം പറഞ്ഞത്? എന്താ അവരുടെയൊക്കെ കാരണം? അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു സൃഷ്ടികളെ പോലാന്ന് പറഞ്ഞ്, അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടികളെ പോലെയാക്കി, അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടികളെ പോലെയാക്കി. ഇവരാണ് ആര്? ഇവരാണ് മുഅത്തില. അള്ളാഹുവിൻ്റെ സിഫത്ത് നിഷേധിക്കാൻ കാരണം പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തി. നേരെ ഇപ്പുറത്തുള്ള വിഭാഗം അവരെന്ത് ചെയ്തു? അള്ളാഹുവിന് ഈ വിശേഷണങ്ങളൊക്കെ സ്ഥിരീകരിച്ചു. പക്ഷെ അവർ പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിന് മുഖമുണ്ട്, അത് ഇന്ന രൂപത്തിലാണ്, അള്ളാഹുവിന് കൈകളുണ്ട്, അത് ഇന്ന രൂപത്തിലാണ്. അവർ അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തി. ഉലമാക്കൾ പറഞ്ഞു, കുല്ലു മുഅത്തിലിൻ മുമസ്സിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവരെല്ലാം യഥാർത്ഥത്തിൽ മുമസ്സിലാണ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ തുല്യതപ്പെടുത്തിയവനാണ്. എന്തുകൊണ്ട്? അവൻ അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് കേട്ടപ്പോൾ ഉടനെ മനസ്സിലാക്കിയത് എന്താ? സൃഷ്ടികളെ പോലത്തെ ഒരു മുഖമാണ്. അവൻ ആദ്യം അള്ളാഹുവിൻ്റെ വിശേഷണത്തെ തുല്യതപ്പെടുത്തി, സമപ്പെടുത്തി, സൃഷ്ടികളെ രൂപത്തിലാക്കി. പിന്നെ അവൻ നിഷേധിച്ചു അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അവൻ എന്തിൽ നിന്നാണോ അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിലാണ് അവൻ വീണത്.
എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശേഷണത്തെ അവൻ നിഷേധിച്ചു. എന്നിട്ട് അവസാനം അവരോട് എത്തിപ്പെട്ടത്, അവരെന്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനേക്കാൾ വലിയ കുഴിയിലാണ് അവർ വീണത്. അവർ പറഞ്ഞു, അവസാനം അവർ പോയി എന്തു ചെയ്തു? വശബ്ബഹുൽ ഖാലിഖ ബിൽ മഅദൂം, അള്ളാഹുവിനെ അവർ ശൂന്യതയോടാണ് അവസാനം സാമ്യതപ്പെടുത്തിയത്. അള്ളാഹുവിന് മുഖമില്ല, കൈയില്ല, പാദങ്ങളില്ല, കാരുണ്യമില്ല. ഈ ഇപ്പോഴും നാട്ടിൽ നമ്മുടെ ശാരീഅത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളിൽ ചിലർക്ക്, കിതാബ് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതറിയാം. നിങ്ങൾ തഫ്സീർ റാസിയിലും മറ്റൊക്കെ നിങ്ങളിത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയത്. അശഅരിയത്തിൻ്റെ മാർഗം അശഅരികൾ തന്നെ അവസാനം പറഞ്ഞു, സാധാരണ ജനങ്ങളോട് ഇത് പറയാൻ കൊള്ളൂല. കാരണം ആൾക്കാരോട് അള്ളാഹ്ക്ക് കാരുണ്യമില്ല, അതങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. സാധാരണ ജനങ്ങൾക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. ചിലർ പറഞ്ഞു സാധാരണക്കാരൊക്കെ കാഫിരീങ്ങളാണ്, അവർ കുഫറിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പറയില്ല, നിവൃത്തിയില്ല. കാരണം ഖുർആൻ ഹദീസിലൊക്കെ ഇതാണുള്ളത്. ശാരീഅത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വിചിത്രങ്ങളായ വാദങ്ങൾ നിങ്ങൾക്ക് കാണാം മുസ്ലിം ഉമ്മത്തിനെ തക്ഫീർ ചെയ്യുന്ന കാര്യത്തിൽ, മൊത്തം മുസ്ലിങ്ങളെ പിടിച്ച് തക്ഫീർ ചെയ്യുന്ന കാര്യത്തിൽ. അത് വേറെ തന്നെ പറയേണ്ടതാണ്. ഇവർ പറഞ്ഞ അവസാനം പറഞ്ഞു അള്ളാഹുവിന് മുഖമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ താരതമ്യപ്പെടുത്തലാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിഷേധിക്കാം. ഓക്കെ, നിഷേധിച്ച് നിങ്ങൾ അവസാനം എവിടെ എത്തി? അള്ളാഹുവിന് യാതൊരു വിശേഷണവും സ്ഥിരീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഒരു വിശേഷണവുമില്ലാത്ത ഒരേ ഒരു കാര്യമേ പ്രപഞ്ചത്തിലുള്ളത്, എന്താ? ശൂന്യതയാണ്. ഒരു വിശേഷണവും പറയാൻ പറ്റാത്തത്. അത് ഞാൻ അശാരിയത്തിൻ്റെ വാദമായിട്ടല്ല പറയുന്നത്. മുഅത്തില മൊത്തം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിച്ച ആളുകൾ അവരുടെ വിശേഷണമായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് മുഅത്തിലത്തിൻ്റെ ആളുകൾ അവർ ഉടലെടുത്തപ്പോൾ ചില പണ്ഡിതന്മാർ, സലഫുകൾ പെട്ട ചില പണ്ഡിതന്മാർ, അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുന്നവൻ്റെ അവസ്ഥ ഒരാളെ പോലെയാണ്. അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു, നമ്മളെ നാട്ടിലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം, എൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട അയാൾ ചോദിച്ചു, നിൻ്റെ വീട്ടിലുള്ള തെങ്ങ് അതിന് ഓലയുണ്ടോ? ഓലയില്ല. അതിൽ തേങ്ങയുണ്ടോ? തേങ്ങയില്ല. അതിന് തടിയുണ്ടോ? തടിയില്ല. അതിൽ വേരുകളുണ്ടോ? വേരുമില്ല. എങ്കിൽ നിൻ്റെ വീട്ടിൽ തെങ്ങില്ല. ഇതൊന്നുമില്ലാതെ എങ്ങനെ തെങ്ങുണ്ടാവും? ഒന്നുമില്ലായ്മ എന്നത് മഅദൂമിൻ്റെ വിശേഷണമാണ്, ശൂന്യതയുടെ വിശേഷണമാണ്, ഒന്നുമില്ലാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾ ഏതാണ്ട് 1990-കൾക്ക് മുൻപൊക്കെയായി കേരളത്തിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ മലപ്പുറത്ത് അങ്ങാടികളിലൂടെ നടക്കുക, ഒരു ബോർഡ് എടുത്തിട്ട് നടക്കും. അവരിൽ അള്ളാഹുവിനെ നിഷേധിക്കാൻ, അവർ ജനങ്ങൾക്കിടയിൽ വിശ്വാസം കയറ്റിവെക്കാൻ അവർ ചെയ്തിരുന്ന ഒരു വഴി, ഒരു ബോർഡ് കൊണ്ടുനടക്കും. എന്നിട്ട് ആ ബോർഡ് അങ്ങാടിയിൽ വെച്ചിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ അള്ളാഹുവിന് മുഖമുണ്ടോ? ഒരാളെ ഒരു ഒരു കോലം ഇങ്ങനെ വരച്ചു വെച്ചിട്ട് അള്ളാഹുവിന് മുഖമുണ്ടോ? മുഖമില്ല. മുഖം വായിച്ചാൽ കൈയുണ്ടോ? ഇല്ല. ഉടലുണ്ടോ? ഇല്ല. കാലുണ്ടോ? ഇല്ല. അള്ളാഹു ഇല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവർ അവസാനം എത്തിപ്പെട്ടത് അള്ളാഹുവിനെ ശൂന്യതയോട് ഉപമിക്കുന്നതിലേക്കാണ്. അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരെന്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനേക്കാൾ വലുതിലാണ് അവർ പോയി ചാടിയത്. ഇതേപോലെ തന്നെയാണ് മുമസ്സില. അവർ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സ്ഥിരീകരിച്ചിട്ട് എന്താ ശ്രമിച്ചത്? അള്ളാഹുവിൻ്റെ വിശേഷണം നിഷേധിക്കാതിരിക്കാനാണ് ശ്രമിച്ചത് അവരുടെ വാദപ്രകാരം. പക്ഷെ അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശേഷണത്തെ അവർ നിഷേധിച്ചു. അള്ളാഹുവിൻ്റെ മുഖം ഇതുപോലെയാണ് എന്ന് അവർ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുഖം അതുപോലെയാണോ? അല്ല. യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ മുഖം അവർ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, അൽ മുഅത്തിലു യഅ്ബുദു അദമൻ വൽ മുമസ്സിലു യഅ്ബുദു സനമൻ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവൻ ആരാധിക്കുന്നത് ശൂന്യതയെയാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സമീകരിക്കുന്നവൻ, പറയുന്നവൻ, അവൻ ആരാധിക്കുന്നത് വിഗ്രഹത്തെയാണ്. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. എല്ലാവരും മുഖത്ത് അടയാളം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചേക്കാം, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ ഒരു മുഖം എന്തായാലും വരുന്നുണ്ട്, അല്ലാതെ എനിക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് വസ്വാസാണ്.
മിക്കവാറും ഈ വസ്വാസ് കയറി പറ്റിയത് ഇത്തരം പിഴച്ച ചിന്താഗതികൾ പറയുന്നവരുടെ വാദങ്ങൾ കേട്ടതിന് ശേഷമാണ്. അതല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രൂപം പറയാതെ വിശേഷണങ്ങളിൽ വിശ്വസിക്കുക എന്നത് സാധ്യമാണ്. ഞാൻ നിങ്ങൾക്ക് 2 ഉദാഹരണം പറഞ്ഞുതരാം. ഒന്നാമത്തെ ഉദാഹരണം സ്വർഗത്തിൻ്റെതാണ്. ജമീ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയ ഉദാഹരണമാണത്. അദ്ദേഹം പറഞ്ഞു, സ്വർഗം അതിൽ പാത്രങ്ങളുണ്ട്, മുറികളുണ്ട്, അങ്ങാടിയുണ്ട്, മണ്ണുണ്ട്, നദിയുണ്ട്, പാലിൻ്റേതും തേനിൻ്റേതും വെള്ളത്തിനും. ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അഅദത്തു ലിഇബാദി മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു ചെവിയും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരാളുടെ ഹൃദയത്തിൽ ഒന്ന് മിന്നിമറയുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, സ്വർഗത്തിൽ ഉണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ അറിയിച്ച കാര്യങ്ങളെല്ലാം പേരിൽ മാത്രമാണ് യോജിക്കുന്നുള്ളൂ. അവയുടെ യാഥാർത്ഥ്യം ദുനിയാവിലുള്ളതുമായി അങ്ങേറ്റം വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളിതിലൊക്കെ വിശ്വസിക്കുന്നില്ലേ? ഇതിൻ്റെ രൂപ അറിയോ? സ്വർഗം ഇത്രയും കാലമായിട്ട് സ്വർഗത്തെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ട്. 7 കവാടങ്ങൾ, 8 കവാടങ്ങളുണ്ട്, പദവികളുണ്ട്, ഓരോ പദവികൾക്കുമിടയിൽ ഇത്ര ദൂരമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ രൂപം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നില്ലേ? ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇതിനേക്കാൾ എളുപ്പമുള്ള ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവർ റൂഹിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു, ആത്മാവിനെ കുറിച്ച്. റൂഹ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവല്ലാതെ കിട്ടിയിട്ടില്ല. നിന്റെ ശരീരത്തിൽ റൂഹുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. എന്താ റൂഹിൻ്റെ കോലം? എങ്ങനെ ഇതുള്ളത്? എന്താ അതിൻ്റെ രൂപം? ഒരാൾക്കും അറിയില്ല. റൂഹ് വേദനിക്കുന്നുണ്ട്. എങ്ങനെ ഇത് വേദനിക്കുന്നത് നിനക്കറിയോ? ഇല്ല. റൂഹ് ഉറങ്ങുന്ന സമയത്ത് കയറിപ്പോകുന്നുണ്ട്, അർവാഹുകളുടെ ലോകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ? അത് തിരിച്ചു വരുന്നുണ്ട്, അതിന് വേദനിക്കുന്നു, അതിന് പ്രയാസം അനുഭവിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? എന്താ റൂഹിൻ്റെ കോലം? ഇതൊന്നും പറയാതെ, ഇതിൻ്റെ കോലം എന്താണ് എന്നൊന്നും അറിയാതെ ഈ പറഞ്ഞതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ കാര്യമാണ്. അള്ളാഹു പടച്ച ഒരു സൃഷ്ടിപ്പിൻ്റെ കാര്യമാണ് ഇത് എങ്കിൽ റബ്ബിൻ്റെ കാര്യം എന്തായിരിക്കും? ആകാശഭൂമികളെ പടച്ച റബ്ബ്. സഹോദരങ്ങളെ, ഏതു വിശേഷണങ്ങളാണെങ്കിലും അവയുടെ രൂപം അറിയാതെ വിശേഷണങ്ങളിൽ വിശ്വസിക്കുക എന്നത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. അത് അസാധ്യമായ കാര്യമല്ല. അപ്പോൾ ചില ആളുകൾ പറയും, ഇല്ല, മുഖം എന്ന് കേട്ടാൽ എന്തായാലും എനിക്കൊരു മുഖം ഓർമ്മ വരും. അയ്യോ, ഞാൻ നിനക്ക് വേറെ മുഖങ്ങൾ പറഞ്ഞുതരാം. മനുഷ്യൻ്റെ മുഖം എന്ന് കേൾക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ വരുന്ന അതേ ചിത്രമാണോ ഉറുമ്പിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിൻ്റെ മനസ്സിലേക്ക് വന്നത്? ഇല്ല. മുഖം എന്ന വാക്ക് ഒരേ വാക്കാണ്, പക്ഷെ അത് ഒരാളിലേക്ക് ചേർത്തുമ്പോൾ കിട്ടുന്ന ചിത്രമല്ല. ഉടനടി ഒരേ വാക്ക് മറ്റൊരാളിലേക്ക് ചേർത്തിയപ്പോൾ അതിൻ്റെ രൂപം ഒന്നാകെ മാറിക്കളഞ്ഞു. ഉറുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പിൻ്റെ മുഖം ഓർമ്മ. ഇനി ആനയുടെ കാര്യം പറഞ്ഞാലോ, എത്ര വ്യത്യാസമുണ്ട്. ഈ കണ്ട മനുഷ്യന്മാർക്കൊന്നുമില്ല അതിൻ്റെ കൊലം. അതിൻ്റെ മൂക്ക് ഇത്രയും നീളത്തിലാണ്. പക്ഷേ ആനക്കൊരു മുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിംഹമോ വേറെ മുഖമായി. കോഴിയുടെ മുഖമാണെങ്കിലോ വീണ്ടും ചിത്രം. എത്ര പെട്ടെന്നാണ് ഒരേ പദത്തിൻ്റെ രൂപങ്ങൾ വ്യത്യാസം, പക്ഷേ ഇതൊക്കെ മുഖമാണ്. ഇനി ഇതേപോലെ കൈകൾ, ഞാൻ ഓരോന്നും പ്രത്യേകം പറയുന്നില്ല. ഓരോ വിശേഷണങ്ങളും ഇതുപോലെ എന്തിലേക്കാണോ ചേർത്തപ്പെടുന്നത് അതിനനുസരിച്ച് അതിൻ്റെ രൂപം മാറുന്നുണ്ട്. നമുക്കിതൊന്നും വിശ്വസിക്കാൻ പ്രയാസമില്ല. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വായ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായ വെള്ളമുള്ള സ്ഥലത്ത് വായ ഇങ്ങനെ തുറന്നു പിടിച്ച് നിൽക്കാന്നുള്ളത് എത്ര പ്രയാസമായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റില്ല, ആകെ കഴിയും. പക്ഷേ മത്സ്യങ്ങൾ, ഈ കണ്ട മത്സ്യങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണുള്ളത്. അത് വായ തുറക്കുന്നു, അടക്കുന്നു, ശ്വസിക്കുന്നു അതിൻ്റെതായ രൂപത്തിൽ. അള്ളാഹു ഇതിനൊക്കെ പടച്ചിട്ടുണ്ട്.
ഇവയെ പടച്ച റബ്ബ്, അവന് മുഖമുണ്ട്, അവന് കൈയുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് സൃഷ്ടികളുടെ രൂപം ചിന്തിക്കുന്നത്? അത് നിന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അള്ളാഹു പറഞ്ഞതിൽ പ്രശ്നമല്ല. ഇസ്ഹാഖ് ബ്രാഹവൈ അദ്ദേഹം പറഞ്ഞതുപോലെ വലൈസ ഫീമാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു ഔ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തശ്ബീഹുൻ. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ച കാര്യങ്ങളിലോ യാതൊരു തശ്ബീഹുമില്ല. അത് സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തിയിട്ടല്ല അവർ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത്, അവൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഖുർആൻ സുന്നത്ത് അത് പഠിപ്പിച്ചത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. നോക്കൂ, അതുപോലെ നോക്കൂ, ഷിൻഖീത്തി റഹിമഹുല്ലാഹ് അദ്വാഉൽ ബയാൻ അദ്ദേഹം പറഞ്ഞേക്കണം, ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. എന്നിട്ട് ഉടനടി അള്ളാഹുവിൻ്റെ 2 വിശേഷണം പറഞ്ഞു. അതേതാണ്? വഹുവ സമീഉ അൽ ബസീർ. സമഅ് ബസർ, കേൾവി കാഴ്ച, ഇത് രണ്ടും പൊതുവെ ഏതാണ്ട് എല്ലാ സൃഷ്ടികൾക്കും ഉള്ളതാണ്. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു അവന് സ്ഥാപിച്ച 2 വിശേഷണം ഏതാ? സൃഷ്ടികളിൽ പൊതുവെ എല്ലാവരിൽ കാണപ്പെടുന്ന വിശേഷണം. അതിലെന്ത് സൂചനയുള്ളത്? മനുഷ്യൻ്റെ കേൾവി പോലെയാണോ മറ്റേ ഏതാ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ജീവികൾ? അവയുടെ കേൾവി കിലോമീറ്റർ അപ്പുറത്ത് ചെറിയ ശബ്ദം വരെ മനസ്സിലാക്കുന്ന ജീവികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യൻ്റെ കാഴ്ച പോലെയാണോ മൃഗങ്ങളുടെ? പരുന്ത് എത്ര ദൂരത്തു നിന്നാണ് ചെറിയ കോഴിക്കുഞ്ഞിനെ കാണുന്നത്? നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ സൃഷ്ടികളുടെ ഇടയിലുള്ള വ്യത്യാസമാണെങ്കിൽ നോക്കൂ സഹോദരങ്ങളെ, മറ്റ് സൃഷ്ടികളൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. നമ്മളെ തന്നെ സ്വന്തം നോക്കൂ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും മുഖമുണ്ട്. എല്ലാവരും മുഖം ഒരുപോലെയാണോ? എത്ര വ്യത്യാസമുണ്ട് നോക്കി എല്ലാവരും മുഖങ്ങൾ. എന്തൊക്കെ വ്യത്യാസങ്ങൾ ഓരോരുത്തരുടെയും മുഖങ്ങളിലുണ്ട്. പക്ഷെ ഇതൊക്കെ മുഖം തന്നെയാണ്. സൃഷ്ടികൾക്കിടയിൽ ഇത്ര വ്യത്യാസമുണ്ടെങ്കിൽ സൃഷ്ടാവ് സൃഷ്ടിയും തമ്മിൽ ഇത്ര വ്യത്യാസം ഉണ്ടാകും. അതെങ്ങനെയാണ് ഒരാൾക്ക് അവ്യക്തമാകുക? വളരെ നിസ്സാരമായ കാര്യമല്ല, ഇത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ കിതാബുകൾ പിന്നെ ലുമാത്തുൽ അഅ്തിഖാദിൽ മറ്റുമൊക്കെ കാണാം, ഖത്ഉ ത്വമഇ അൻ ഇദ്റാക്കിൽ കൈഫിയ്യ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അവയുടെ രൂപം എന്താണെന്ന് അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്ക് രൂപമില്ല എന്നാണോ? രൂപമില്ല എന്നാണോ? അല്ല, രൂപമുണ്ട്, പക്ഷെ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? നമുക്കത് ഈ ഘട്ടത്തിൽ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നമുക്കത് പ്രയോജനകരമല്ല എന്നതുകൊണ്ട് പറഞ്ഞു തന്നില്ല. അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അവന് കൃത്യമായ ലക്ഷ്യമുണ്ട്, വിശ്വാസത്തിൻ്റെ പരീക്ഷണമുണ്ട്, പലതുമുണ്ട്. അവനൊരു കാര്യം പറഞ്ഞു തന്നില്ലെങ്കിൽ ഖലാസ്, പറഞ്ഞു തന്നില്ല വിശ്വസിക്കുക. ആമന്ന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി വഖാലു സമിഅനാ വഅതഅന. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അത്തറാം ചെയ്യരുത്. നീ അള്ളാഹുവിന് മറുപടി പറയരുത്. തുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് അവൻ്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ എത്ര ശരിയാണ്. ഖുർആനിലും ഹദീസിലും വന്ന ആയത്തുകൾ, ഹദീസുകൾ, ഇവയിലേതെങ്കിലും ചിലതിനോടെങ്കിലും അത് അള്ളാഹു പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കാത്ത ഒരു ബിദഅത്തുകാരനുമില്ല. കാരണം എന്താ? ബിദഅത്തുകാരന് അവൻ്റെ തോന്നലിനനുസരിച്ച് ഖുർആനും ഹദീസും വേണം. നിങ്ങൾ അങ്ങനെ ആകരുത്. അള്ളാഹും റസൂലും പറഞ്ഞതായിരിക്കണം, അതിലായിരിക്കണം നിങ്ങളുടെ ഇഷ്ടം. അതിനോട് ചേരുന്നതായിരിക്കണം ഹൃദയം. നിന്റെ ഹൃദയത്തിലേക്ക് ഖുർആനെ ഹദീസിനെ ഇങ്ങോട്ട് വലിക്കാനല്ല, നിന്റെ ഹൃദയത്തെ ഖുർആനിലേക്കോ ഹദീസിലേക്കോ അങ്ങോട്ട് കൊണ്ടുചെല്ലാനാണ് നീ തയ്യാറാകേണ്ടത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവരുടെ വാക്ക് അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഇത്ര മാത്രമാണ്. എന്താ? സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇതല്ലാതെ പറയരുത്. ഫൽയഹ്ദരി الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാകുന്നവർ അവരെ ഫിത്ന ബാധിക്കുന്നത് ഭയക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു റബ്ബുന എന്ന് പറയാൻ അള്ളാഹു ഇറങ്ങുന്നതാണ്. ഖുർആൻ അള്ളാഹു പറയും വജാ റബ്ബുക്, നിന്റെ റബ്ബ് വരുന്നതാണ്. ഇതൊക്കെ അള്ളാഹും അവൻ്റെ റസൂൽ പറയാ. എന്നിട്ട് നീ പറയാ അതങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുത്, നേർക്കേറെ അങ്ങനെ പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ഉടനെ തഅ്വീൽ ചെയ്യണം, ഉടനെ അത് വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കണം? റബ്ബ് വരുമെന്ന് പറഞ്ഞാൽ അംറു റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന വരുമെന്നാണ്. യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ യൻസിലുൽ മലായിക എന്നാണ്, മലക്കുകൾ ഇറങ്ങുന്നതാണ്. ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പറഞ്ഞേക്കണം അള്ളാഹു അവനെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവനാണ്. അള്ളാഹു കഴിഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവനാണ്. അള്ളാഹുവും റസൂലും അള്ളാഹു അവൻ്റെ കലാം ഏറ്റവും അഫ്സഹുൽ കലാമാണ്, ഏറ്റവും ഭാഷ നൈപുണ്യമുള്ള സംസാരമാണ്. അള്ളാഹുവിൻ്റെ സംസാരം കഴിഞ്ഞാൽ ഏറ്റവും ഭാഷാ നൈപുണ്യമുള്ള സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം. ഊതീതു ജവാമിഅൽ കലിം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികൾക്ക് ഖൈർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവനാണ്, അവരോട് ഏറ്റവും നസീഹത്തുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും നസീഹത്തുള്ളവരാണ്. എന്നിട്ട് അവർ അള്ളാഹു ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹദീസിലും ആവർത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം, ഒരിക്കൽ പോലും പറയാതിരിക്കുക. യൻസിലു എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ലേ? അതിൻ്റെ അർത്ഥം അള്ളാഹു ഇറങ്ങുമെന്നല്ല, പിന്നെന്താ? യൻസിലു അംറു റബ്ബുന, അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുമെന്ന് ഒരു തവണ പോലും അവിടുന്ന് പറഞ്ഞില്ല, ഒറ്റ തവണ പോലും പറഞ്ഞില്ല. മാത്രമല്ല അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരാൾ നമ്മളോട് ഒരാൾ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് അയാളോട് എന്താ നമുക്ക് തോന്നുന്നത്? ഒരാൾ നമ്മളോട് പറയാൻ, ഞാൻ അന്ന് നിൻ്റെ ഓഫീസിൽ വന്നിരുന്നു, പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അയാൾ വന്നിട്ടില്ല. അപ്പോൾ അയാൾ പറയാം ഞാൻ എൻ്റെ ലെറ്റർ അയച്ചു എന്നാണ് അന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടും. നീയല്ല എന്ന് പറഞ്ഞു, നീ വന്ന് ഇപ്പോൾ നീ പറയുന്നത് നിൻ്റെ ലെറ്റർ വന്ന് അതിൻ്റെ അർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് തൃപ്തികരാവോ? മനുഷ്യർ തമ്മിലുള്ള സംസാരങ്ങൾ അവർക്ക് തൃപ്തികരാവോ? ഇല്ല. അള്ളാഹു പറയണം അള്ളാഹു വരും, നീ പറയാൻ പാടില്ല. നീ അള്ളാഹുവിനെ പഠിപ്പിക്കാനോ? അതുകൊണ്ട് സഹോദരങ്ങളെ, അസ്മാ വ സിഫാത്തിൽ ഈ പറഞ്ഞ മാർഗം, തഅ്വീലിൻ്റെ വഴി, ഈ പറഞ്ഞ ബാത്തിലായ തഹരീഫിൻ്റെ മാർഗം, നേർക്ക് നേരെയുള്ള അർത്ഥം തെറ്റിക്കുക എന്നത് ഗുരുതരമായ അദബുകേടാണ്. ഖുർആനിനോടും ഹദീസിനോടുമുള്ള, അള്ളാഹുവിൻ്റെ കലാമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനോടുമുള്ള ഗുരുതരമായ അദബുകേടാണത്. അള്ളാഹു പറയാ അവൻ വരുന്നു, നീ പറയാൻ പാടില്ല, എന്തൊരു അപകടമാണത്. ഇതാണ് അസ്മാ വ സിഫാത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില അടിത്തറകൾ ആണ് ഇവിടെ ചുരുങ്ങി നമ്മൾ പറഞ്ഞത്. ഇത് വിശദമായി നമ്മൾ പഠിക്കേണ്ട വലിയ വിഷയമാണ്. ഈ വിഷയം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ അറിയുക എന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ചില മറുപടികളും ഈ പറഞ്ഞ വിശദാംശങ്ങൾ ഇതൊന്നും പറയാൻ സലഫുകൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. മുൻഗാമികൾ പലർക്കും ഇത് പറയേണ്ട ആവശ്യം, കാരണം അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഫിത്നയില്ലായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ഗ്രീക്ക് ഫിലോസഫിയും മറ്റുമെല്ലാം അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ആളുകൾ വായിച്ചു. അതിൽ പല ബുദ്ധിപരമായ ന്യായങ്ങളും തർക്കശാസ്ത്രപരമായ അടിത്തറകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തർക്കശാസ്ത്രം ജനങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ നിരീശ്വരവാദം അതിൻ്റെ ഇടയിലൂടെ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ ചില ആളുകൾ നിരീശ്വരവാദികൾക്ക് മറുപടി പറയാൻ, അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇതേ ഫിലോസഫിയുടെ അടിത്തറകൾ തന്നെ ഉപയോഗിച്ചു മറുപടി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹുവിനെ സ്ഥാപിച്ചു വന്നു നോക്കിയപ്പോൾ ഈ അടിത്തറകൾ പ്രകാരം എന്ത് പറ്റൂല? ഖുർആനിലെ ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ അള്ളാഹിനെ പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഇത് നമ്മൾ അംഗീകരിക്കേണ്ടി വന്നാൽ, അതായത് ഖുർആൻ ഹദീസിലുള്ളത് അംഗീകരിക്കേണ്ടി വന്നാൽ ഇവരുടെ തത്വശാസ്ത്ര പ്രകാരം അള്ളാഹ് ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇതൊക്കെ നിഷേധിക്കണം. അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞതിൽ മതിയാക്കുക എന്ന മാർഗത്തിലാണ് ഏറ്റവും സമാധാനമുള്ളത്. ഇന്നത്തെ കാലത്ത് അതിന് സമാനമായ കാര്യമാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. അവർ ഓരോ സമയത്ത് ഓരോന്ന് പറയും. ഇതിനനുസരിച്ച് ഖുർആനും ഹദീസും മാറ്റി കളിക്കേണ്ടതില്ല. ഓരോരുത്തർ ഇതിൽ കാണിക്കുന്ന ചില ധൃതിയും തിരക്കും കണ്ടു കഴിഞ്ഞാൽ
ഇതൊന്നില്ലെങ്കിൽ ഖുർആൻ സത്യമാണ് സ്ഥാപിക്കാൻ പറ്റാത്തതുപോലെയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പറയേണ്ടതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവസാന മുസ്ലിമീങ്ങൾ പരിഹാസ്യരാകുന്ന രൂപത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പിറകിൽ പോകേണ്ടതില്ല. ഇതൊന്നും ഖുർആനിന് ആവശ്യമില്ല. ഇതൊക്കെ ഖുർആനിന് ഇതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ സത്യത ബോധ്യപ്പെടാൻ ഈ പറഞ്ഞതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ കലാം മാത്രം മതിയായതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകളെ ഖുർആൻ കൊണ്ട് അവർ നന്നാവുന്നില്ലെങ്കിൽ പിന്നെ വേറെന്തുകൊണ്ടാണ് അവർ നന്നാവുക എന്ന് എനിക്കറിയില്ല. ഖുർആൻ ഈ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറയും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവരെന്ത് ഈ ശാസ്ത്രജ്ഞന്മാർ അവരുടെ അഭിപ്രായം മാറ്റും. അപ്പം ഇവിടെ പ്രയാസമായി. അപ്പോൾ ആളുകൾക്ക് സംശയം, ഖുർആൻ ഇത്രയും കാലം നമ്മളിങ്ങനെ പറഞ്ഞു. നീ ഇങ്ങനെ പറഞ്ഞത് നിൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം വിശദീകരിച്ച നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സഹാബികളോ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. നീ ഉണ്ടാക്കിയതാണ് ഈ പ്രശ്നം. അതിന് ഖുർആനിനെ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. സഹോദരങ്ങളെ, ഇതാണ് പിന്നീട് അസ്മാ വ സിഫാത്തിൽ കണ്ട പിഴവുകൾ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചത്. പറഞ്ഞു ചില ആളുകൾ അവസാനം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നബിമാർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്, നിങ്ങളൊരു ഗൗരവത്തിൽ ആലോചിച്ച് നോക്കി. അവർ പറഞ്ഞു നബിമാർ വന്നത് ബാത്റൂമിൽ പോകാനും അതിൻ്റെ നിയമങ്ങളും സ്കരിക്കേണ്ട രൂപവും കാത്തു കൊടുക്കേണ്ടതിൻ്റെ നിയമമൊക്കെ പറയാനാണ്. അവർക്ക് ഇലാഹിയാത്തുകളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല എന്നു പറയുന്നതിലേക്ക് വരെ ചില പിഴച്ച കക്ഷികൾ എത്തിപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞതെല്ലാം അശാരിയത്തിൻ്റെ വാദമല്ല. അശാരിയത്തിൻ്റെ വാദം ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് എന്ന്. ഞാനും എല്ലാം ശാരിയത്തിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു എന്ന് നാളെ പറയേണ്ടതില്ല. ഈ പഴച്ച വാദങ്ങൾ പറഞ്ഞ ചിലരിൽ ഈ വാദങ്ങളുണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم ربنا أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.